നമസ്കാരം, എഡിറ്റേഴ്സ് കോളത്തിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമാണ്. കാരണം എല്ലാ തെരഞ്ഞെടുപ്പിൻ്റെ എല്ലാ ഫലവും പുറത്തു വന്നു കഴിഞ്ഞു. കേരളത്തിലെ സ്ഥിതി കഴിഞ്ഞ തവണത്തെ പോലെ തന്നെയാണ്. UDF മികച്ച മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. LDF ഇത്തവണയും കനൽ ഒരു തരി മാത്രമാണ്. കഴിഞ്ഞ തവണ അത് ആലപ്പുഴയിലായിരുന്നെങ്കിൽ ഇത്തവണ അത് ആലത്തൂരിലാണ് എന്നുള്ള വ്യത്യാസം മാത്രം. കഴിഞ്ഞ തവണ ഇത് AM ആരിഫ് ആയിരുന്നെങ്കിൽ ഇത്തവണ ഇത് K രാധാകൃഷ്ണനാണ് എന്ന വ്യത്യാസം മാത്രം. അതേസമയം മറ്റൊരു കാര്യം കൂടി നമ്മുടെ കേരളത്തിൽ സംഭവിച്ചു. വളരെ കാലമായി BJP കിണഞ്ഞ് പരിശ്രമിച്ചുകൊണ്ടിരുന്ന തൃശ്ശൂർ സീറ്റ് ഒടുവിൽ സുരേഷ് ഗോപിക്ക് തന്നെ കിട്ടി. അതായത് കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ BJPക്ക് ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് സാധിച്ചു. നമുക്കൊന്ന് നോക്കാം എന്തൊക്കെയാണ് ഇത്തവണത്തെ അല്ലെങ്കിൽ ഈ കഴിഞ്ഞു പോയ മണിക്കൂറുകളിലെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളെന്ന് നോക്കാം. ഇനി ഏതൊക്കെ രീതിയിൽ ഓരോ മുന്നണികളെയും ഈ തെരഞ്ഞെടുപ്പ് ബാധിക്കും എന്നുള്ളതിനെക്കുറിച്ചും നമുക്ക് ഒന്ന് പരിശോധിക്കാം. ഇത് എന്ത് തോന്നുന്നു? ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഫലങ്ങളെല്ലാം പുറത്തു വന്നു. നമുക്ക് കേരളത്തിനെ മുൻനിർത്തി ആദ്യം ചർച്ച ചെയ്യാം. എങ്ങനെ തോന്നുന്നു ഇത്തവണത്തെ മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ എല്ലാവരുടെയും കണക്കൂട്ടലുകൾ വളരെ തെറ്റിച്ചുകൊണ്ട് അല്ലേ? ആദ്യം പറയേണ്ടത് നമ്മുടെ BJP, അതായത് ഒരു അക്കൗണ്ട് തുറന്നിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ. അതെ. പിന്നെ LDF ഒറ്റ സീറ്റ് മാത്രമേ നിലനിർത്താൻ പറ്റുള്ളൂ എന്നുള്ളത് ഒരു 6 സീറ്റെങ്കിലും പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരു ഒറ്റ സീറ്റ് മാത്രം നിലനിർത്തി പോകാൻ പറ്റി. ബാക്കി എല്ലായിടത്തും UDF തരംഗം. അതെ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ UDF സംബന്ധിച്ചിടത്തോളം ഇത്തവണ ഒരു സീറ്റ് നഷ്ടമാണ്. അതായത് കഴിഞ്ഞ തവണ വിജയിച്ച തൃശ്ശൂർ സീറ്റ് ഇത്തവണ UDF നഷ്ടമായിട്ടുണ്ട്. നഷ്ടമായി എന്ന് പറയുമ്പോൾ ഫലത്തിൽ അവർക്ക് ലഭിച്ചിരിക്കുന്ന 18 സീറ്റാണ്. കഴിഞ്ഞ തവണ 19 സീറ്റിലാണ് UDF ജയിച്ചത്. പക്ഷെ ഇത്തവണ ഒരു സീറ്റ്, അതായത് TN പ്രതാപൻ മത്സരിച്ചിരുന്ന തൃശ്ശൂരിലെ ആ അവിടെ നിന്ന് NDAക്ക് അല്ലെങ്കിൽ BJPക്ക് ഒരു ആളിനെ 70,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപിയെ ലഭിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റം. നമുക്കിനി ഓരോ മണ്ഡലങ്ങളിൽ നമുക്ക് വളരെ പ്രധാനപ്പെട്ട ചില മണ്ഡലങ്ങളിലേക്ക് തന്നെ നമുക്ക് പോകേണ്ടി വരും. ആദ്യം നമുക്ക് നോക്കാൻ പറ്റുന്ന മണ്ഡലം തിരുവനന്തപുരം മണ്ഡലമാണ്. എന്ത് പറയുന്നു തിരുവനന്തപുരം മണ്ഡലത്തെക്കുറിച്ചുള്ള ആശങ്കകളും അഭിപ്രായങ്ങളും ഒക്കെ എന്താണ്? തിരുവനന്തപുരം മണ്ഡലം ആദ്യം, അതായത് വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ NDAക്കൊപ്പം നിന്നു. അപ്പൊ വലിയൊരു പ്രതീക്ഷ, അതായത് BJP നേതൃത്വത്തിന് വലിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഏതാണ്ട് ഉച്ചവരെ BJP സംബന്ധിച്ചിടത്തോളം തിരുവനന്തപുരം എന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമാണ്. കഴിഞ്ഞ തവണ 2ാം സ്ഥാനത്തെത്തിയിരുന്നു. ഇത്തവണ വിജയിക്കണം എന്ന് 100% ഉറപ്പിച്ചിട്ടാണ് രാജീവ് ചന്ദ്രശേഖരനെ പോലെ കേന്ദ്രമന്ത്രിയായ ഒരു സ്ഥാനാർത്ഥിയെ അവിടെ നിയോഗിച്ചത്. അല്ലെ, തുടക്കത്തിൽ BJPയുടെ തീരുമാനങ്ങൾ ശരിയാണ് എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് അല്ലെ. ശശി തരൂർ 3 പ്രാവശ്യം തുടർച്ചയായി അധികാരത്തിൽ ഉണ്ടായിരുന്നിട്ടും ഒന്നും ചെയ്തില്ല എന്നുള്ള രീതിയിലാണ് ഒരു ശക്തനായ നേതാവിനെ തന്നെ തിരുവനന്തപുരത്ത് ഇറക്കി മത്സരത്തിന് BJP തയ്യാറായത്. പക്ഷേ അതേ പറഞ്ഞല്ലോ, ഒരു ഘട്ടം വരെ നമ്മളെ വലിയ കുഴപ്പമില്ലാതെ ഇനി BJP ആണോ എന്നുള്ള രീതിയിൽ നമ്മൾ പോയി. 20,000 വരെ അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഇങ്ങനെ ഉയർന്നു പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലും അദ്ദേഹത്തിന് രാജീവ് ചന്ദ്രശേഖർ ഇപ്പം ഉറപ്പായി ഈ സീറ്റ് ഉറച്ചു, NDAക്ക് ഉറച്ചു. അപ്പം 2 സീറ്റുകൾ നമ്മൾ അതിന്റെ ഒരു സ്റ്റോറി വരെയൊക്കെ ആക്കി അല്ലെ. അപ്പൊ 2 സീറ്റുകൾ NDAക്ക് BJPക്ക് കേരളത്തിൽ ഉറച്ചു കഴിഞ്ഞു എന്നുള്ള ഒരു തീരുമാനത്തിൽ നമ്മൾ എല്ലാവരും, എല്ലാ മാധ്യമപ്രവർത്തകരും എല്ലാവരും എത്തിച്ചേർന്നു. മാധ്യമപ്രവർത്തകരും മാത്രമല്ല, എല്ലാ ജനങ്ങളും അങ്ങനെ ചിന്തിച്ചു എന്ന് പറയുന്നതാവും ശരി. പിന്നീട് കാര്യങ്ങൾ മാറി മറിയായിരുന്നു. അത് 100 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷം അത് 500 ആകുന്നു, 1000 ആകുന്നു. പിന്നീട് ഓരോ നിമിഷം കഴിയും തോറും ശശി തരൂരിന്റെ ഭൂരിപക്ഷം കൂടി ഒരു 45% വോട്ട് എണ്ണിത്തീരുമ്പോഴും NDAക്ക് തന്നെയായിരുന്നു തിരുവനന്തപുരത്ത് മേൽക്കൈ ഉണ്ടായിരുന്നത്. പിന്നീടാണ് മാറ്റം സംഭവിച്ചത്. അതായത് വല്ലാത്ത ഭൂരിപക്ഷത്തിലല്ല എങ്കിലും ശശി തരൂർ ഏകദേശം എനിക്ക് തോന്നുന്നു 15,974 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ജയിച്ചിരിക്കുന്നത്. അത് കുഴപ്പമില്ലാത്തൊരു മാർജിൻ എന്നൊക്കെ നമുക്ക് പറയാൻ കഴിയും. കാര്യം കഴിഞ്ഞ തവണ ആരിഫ് തന്നെ ജയിച്ചത് അതിലൊക്കെ ഒരുപാട് താഴെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ്. പക്ഷേ ഇതിലൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു ഘട്ടത്തിൽ പോലും നമ്മൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു ഘട്ടത്തിൽ പോലും നമ്മുടെ പന്ന്യൻ രവീന്ദ്രന് ഒരു മേധാവിത്വം ഉണ്ടായില്ല. അതായത് റെക്കോർഡ്, അതായത് 2019 വർഷം മുന്നേ ഇലക്ഷനിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ ജയിച്ച ഒരാളാണ്. പക്ഷെ എവിടെയും പേര് പരാമർശിക്കാൻ പോലും ഇടം കിട്ടിയില്ല എന്നുള്ളത് കുറച്ചധികം വേദന. പക്ഷെ എനിക്ക് തോന്നുന്നു ആ ഭാഗങ്ങളിലൊക്കെ എനിക്ക് വോട്ടുമറിക്കൽ നടന്നിട്ടുണ്ടാവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. വോട്ടുമറിക്കൽ എന്ന് പറയുമ്പോൾ പലയിടത്തും ചില വാട്സപ്പ് ഗ്രൂപ്പുകളിലൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നതിനകത്ത് പലരും, ഞങ്ങൾ CPM ഒരിക്കൽ ശശി തരൂരിന്
അല്ലെങ്കിൽ രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് ചെയ്താലും ശരി, ഞങ്ങൾ ആരും CPI-ക്കാരന് വോട്ട് ചെയ്യില്ല എന്ന് പറയുന്ന ചില വാട്സപ്പ് സന്ദേശങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, അതൊരിക്കലും പാർട്ടിക്കാരുടെയോ പാർട്ടി ഗ്രൂപ്പുകളിലൊന്നുമില്ല, അല്ലാതെ ചില കുടുംബ ഗ്രൂപ്പുകളിൽ അതിങ്ങനെ വ്യാപകമായി പ്രചരിക്കുന്നുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം ഒരു പക്ഷേ ഒരു CPI-ക്കാരനെ ജയിപ്പിക്കാൻ ഒരു CPM-കാരന് താല്പര്യം ഇല്ല എന്നുള്ള ഒരു കാരണം കൂടി ഉണ്ടാവും അല്ലെ? അത്തരത്തിലുള്ള ചില റിഫ്ലക്ഷൻസ് അവിടെ ഒരു കണ്ടതുകൊണ്ടായിരിക്കാം ഈ ചേരിപ്പോര് അവിടെ ഉണ്ട്. അത് ഉണ്ടായത് കൊണ്ടാവാം ഒരു പക്ഷേ ഈ പറയുന്ന പോലെ പന്ന്യൻ രവീന്ദ്രന് ഈ പറയുന്ന ഒരു തെരഞ്ഞെടുപ്പിന്റെ അല്ലെങ്കിൽ ഈ വോട്ടെണ്ണലിന്റെ ഒരു ഘട്ടത്തിൽ പോലും ഒന്ന് മുന്നിലേക്ക് വരാൻ, വെറുതെ ഒരു 2ാം സ്ഥാനത്തേക്കെങ്കിലും എത്താൻ, തരൂരിന് പകരക്കാരനായി ഒരു കുറച്ചു നേരത്തേക്കെങ്കിലും അവിടെ തരൂരിൽ ശശി തരൂർ ഇടയ്ക്ക് 2ാം സ്ഥാനത്തേക്ക് എത്തിയിരുന്നു. എന്നാൽ ചില സന്ദർഭങ്ങളിലെങ്കിലും തരൂരിനെ മറികടന്നുകൊണ്ട് എവിടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ലീഡ് നില ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളതാണ് പന്ന്യൻ രവീന്ദ്രൻ. അദ്ദേഹം ഏറ്റവും മികച്ച ഒരു രാഷ്ട്രീയക്കാരൻ എന്നുള്ള നിലയിൽ തന്നെയാണ് എപ്പോഴും പന്ന്യൻ രവീന്ദ്രന്റെ സ്ഥാനം. വളരെ ലളിതമായ ജീവിതവും അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും, ശശി തരൂരിൽ നിന്നും രാജീവ് ചന്ദ്രശേഖറിൽ നിന്നും ഒക്കെ സാധാരണക്കാരുള്ള സഹവാസമാണ് അദ്ദേഹത്തിന് വ്യത്യസ്തനാക്കുന്ന ഒരു ഘടകം. പക്ഷെ എന്നിരുന്നിട്ട് പോലും അവിടെ കിട്ടിയില്ല എന്നുള്ളതാണ്. അതിനകത്ത് ഒരു ഘട്ടത്തിൽ പോലും അങ്ങനെ എത്തിപ്പെടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് ശരിക്കും CPI-യും CPM-ഉം LDF അതിനെക്കുറിച്ച് കാര്യമായിട്ട് ചിന്തിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് അല്ലെ? ആ രീതിയിലുള്ള CPI CPM എന്ന് പറയുന്ന തരത്തിലുള്ള വോട്ട് ചോർച്ച മുന്നണിക്കകത്ത് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ള കാര്യം വളരെ കൂലങ്കഷമായി തന്നെ ചിന്തിക്കേണ്ട കാര്യമാണ്. പിന്നീട് നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തിന്റെ അവസ്ഥ എങ്ങനെയുണ്ടായിരുന്നു? ആറ്റിങ്ങൽ വളരെ ഗൗരവത്തോടു കൂടി നോക്കിയിരിക്കുന്ന ഞാൻ കണ്ടിരുന്നു. എന്താണ് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ അവസാന ലാപ്പിലുണ്ടായ ഒരു സംഭവം? ഒരിക്കലും നമുക്ക് മറക്കാൻ പറ്റുന്ന ഒന്നല്ല. ഒരുപക്ഷെ LDF 2 സീറ്റ് എന്നുള്ള കാര്യത്തിൽ ഉറച്ചു നിൽക്കും എന്നുള്ള ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പലപ്പോഴും ആ ആറ്റിങ്ങലിലെ ഫലം നമ്മൾ നോക്കിക്കണ്ടത് അല്ലേ? നമ്മളിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നു മാറ്റം ഉണ്ടാവില്ല 2 എന്നുള്ളതെങ്കിലും ഉറപ്പിക്കാം എന്നിങ്ങനെ വിചാരിച്ചാണ് ശരിക്കും പറഞ്ഞാൽ കണ്ടിരുന്നത്. പക്ഷെ മാറി മറിഞ്ഞു. അവിടുത്തെ ഫലം കംപ്ലീറ്റ് മാറി പറഞ്ഞു. ഒടുവിൽ ആറ്റിങ്ങലുകാര് അടൂർ പ്രകാശ് പല മേഖലകളും, അതായത് വി ജോയിക്ക് സാധ്യതയുള്ള എല്ലാ മണ്ഡലങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ പ്രദേശങ്ങളുടെയും വോട്ട് നിലയിലെല്ലാം ജോയി മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യമായിരുന്നു. ഒരു ഘട്ടത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ LDF അവിടെ വിജയം ഉറപ്പിച്ചു എന്നുള്ള ഒരു ഘട്ടം വരെ എത്തിയപ്പോഴാണ് പെട്ടെന്ന് തന്നെ അത് പെട്ടെന്നാണ് അതിലൊരു മാറ്റം ഉണ്ടായി. നമ്മളെ ഞെട്ടിച്ചുകൊണ്ട് അടൂർ പ്രകാശ് വെറും 100 ഭൂരിപക്ഷത്തിൽ തുടങ്ങിയിട്ട് ഒടുവിൽ 1000 സംതിങ് വോട്ടുകൾക്ക് 1700 ചില്ലാനം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അവിടെ അടൂർ പ്രകാശ്. അത് നമ്മൾ വോട്ടെണ്ണൽ തുടങ്ങുന്ന സമയത്തും ചെറിയ ഭൂരിപക്ഷത്തിൽ രണ്ടും ഇങ്ങനെ മാറി മറിഞ്ഞും ഇങ്ങനെ നിൽക്കുമായിരുന്നു. ചെറിയൊരു 200 ഒരു 600 ആ ഒരു ഡിഫറൻസിൽ ഇങ്ങനെ മാറി നിന്നു. പിന്നെ ഒരു ഘട്ടം എത്തിയപ്പം LDF-നൊപ്പം നിൽക്കുന്നത് പോലെ പോയി. പല മണ്ഡലങ്ങളിലും വിജയം ഉറപ്പിച്ച സമയത്തും ഇവിടെ അത് വിജയത്തിലോട്ട് തന്നെ എന്നുള്ള ഉറപ്പിച്ച സമയത്താണ് പെട്ടെന്നൊരു മാറ്റം അടൂർ പ്രകാശിലോട്ട്. ആരും പ്രതീക്ഷിക്കാത്ത ഒരു പെട്ടെന്നുള്ള ഒരു വളരെ പെട്ടെന്ന് തന്നെ അടൂർ പ്രകാശിലേക്ക് വളരെ 100 ചില്ലാന വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് അല്ലെങ്കിൽ ഒരു ലീഡ് ചെയ്ത് പോരുന്നു. ലീഡിങ് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഒടുവിൽ 1708 എന്ന് പറയുന്ന ഒരു മാർജിനിൽ അത് അവിടുത്തെ വോട്ട് നില അവസാനിക്കുകയാണ്. അങ്ങനെ അവിടെ വി ജോയും പരാജയപ്പെട്ടു. പക്ഷെ വി ജോയിയെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നു നല്ലൊരു മുന്നേറ്റം, നല്ലൊരു പോരാട്ടം അവിടെ കാഴ്ചവെക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. വളരെ ശക്തമായ ഒരു മുന്നേറ്റം തന്നെയായിരുന്നു അവിടെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ കാണാൻ കഴിയുന്നത്. മത്സരം വളരെ ചൂടുപിടിച്ച ഒരു മത്സരം. ശരിക്കും മറ്റുള്ള മണ്ഡലങ്ങളിൽ പലതും ഏകപക്ഷീയമായ വിജയം തന്നെയായിരുന്നു. നമ്മൾ മറ്റുള്ള മണ്ഡലങ്ങൾ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ കൊല്ലം തൊട്ടടുത്ത മണ്ഡലമാണ് കൊല്ലം. അവിടെ ഏകപക്ഷീയമായ വിജയമാണ്. NK പ്രേമേന്ദ്രൻ അവിടെ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ തന്നെ വിജയം ഉറപ്പിച്ച ഒരാളാണ് അവിടെ. കാര്യം അവിടെ 1,00,000-ൽ പരം വോട്ടുകളുടെ, എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ അവിടുത്തെ ഒരു വോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1,47,883 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് NK പ്രേമേന്ദ്രൻ ജയിച്ചത്. നമുക്കറിയാം അവിടെ പ്രത്യേകിച്ച് ഒരു മാറ്റവും ഒരു മാജിക്കും നടക്കില്ല എന്നുള്ളത്. പലരും അവിടുത്തെ മറ്റൊരു കാര്യം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ അവിടുത്തെ BJP സ്ഥാനാർത്ഥി അപ്രസക്തനായി അല്ലേ? കൃഷ്ണകുമാർ അവിടെ അപ്രസക്തനായി. അദ്ദേഹത്തെ കുറിച്ച് അങ്ങും സംസാരിക്കുന്ന പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പൊ തന്നെ നമുക്ക് ഊഹിക്കാം NK പ്രേമേന്ദ്രൻ തന്നെ ഇത്തവണ അവിടെ നിന്ന് പോകും എന്നുള്ള കാര്യം. പക്ഷെ ഇതിലൊക്കെ നമുക്ക് ഒരു ഷുവർട്ടി ഉണ്ടായിരുന്നു. ആറ്റിങ്ങിൽ മാത്രം നമ്മളെ കുഴപ്പിച്ചു കളഞ്ഞു. അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. ശരിക്കും പോരാട്ടം കണ്ടിരിക്കാൻ ആറ്റിങ്ങിലാണ് ശരിക്കും ഒരു പോരാട്ടം തന്നെ നടന്നത്. എന്ത് മാറ്റം അത് എപ്പോഴും ഒരു മിനിറ്റുകൾ ഇടവിട്ട് മാറ്റം വന്നുകൊണ്ടിരുന്നു എന്നുള്ളതാണ്. അവസാന നിമിഷം വരെ നമ്മളെ മുൾമുനയിൽ നിർത്തുക എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയിലോട്ട് ആറ്റിങ്ങിൽ കൊണ്ടെത്തിച്ചു.
പക്ഷേ പിന്നെ ഇവിടെ നമുക്കറിയാം കൊല്ലം മണ്ഡലത്തിലേക്ക് വരുമ്പോൾ എൻ കെ പ്രേമേന്ദ്രൻ തുടക്കം മുതൽ തന്നെ ആ ഒരു മെജോറിറ്റി കീപ്പ് ചെയ്തുകൊണ്ടാണ് വന്നത്. അദ്ദേഹം നേരത്തെ അവിടെ എം പി ആയിരുന്നു. അതേ എം പി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിന് മോശപ്പെട്ട ട്രാക്ക് റെക്കോർഡുകളൊന്നും ഇപ്പം നമ്മൾ അവിടുത്തെ പാർലമെന്റേറിയനായിട്ട് ഉള്ള ഒരു അവസ്ഥയിലൊന്നും വലിയ കുഴപ്പമൊന്നും പറ്റില്ല. നേരത്തെ പലപ്പോഴായി സൂചിപ്പിച്ചിട്ടുണ്ട് എൻ കെ പ്രേമേന്ദ്രന്റെ പോരായ്മകൾ എന്തൊക്കെയായിരുന്നു, അല്ലെങ്കിൽ എൻ കെ പ്രേമേന്ദ്രൻ എന്തുകൊണ്ട് ഒരു വിവാദങ്ങളിൽ പോയി ചാടി എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ നേരത്തെയും ചർച്ച ചെയ്തിട്ടുള്ളതാണ്. എന്നിരുന്നാൽ പോലും ഒരു തികഞ്ഞ ഒരു ഏകപക്ഷീയമായ വിജയം തന്നെ ആയിരുന്നു മുകേഷിന് മേലെ എൻ കെ പ്രേമേന്ദ്രൻ നേടിയിരിക്കുന്നത്. അതായത് 1,47,883 എന്ന് പറയുന്ന വളരെ കുറഞ്ഞ മാർജിനൊന്നുമല്ല, വലിയൊരു മാർജിനിൽ തന്നെയാണ് ആ വിജയം നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്നത്. പിന്നെ നമുക്ക് ആസ് യൂഷ്വൽ നമുക്ക് പത്തനംതിട്ട ജില്ലയിലേക്ക് പോകേണ്ടി വരും. പത്തനംതിട്ട ശരിക്കും എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു മണ്ഡലം. അത് മത്സരം ഭയങ്കര, അതായത് അനിൽ ആന്റണി അതായിരുന്നു ഒരു സർപ്രൈസ് പോലെ. പത്തനംതിട്ടയിൽ ഉണ്ടായ ഒരു സർപ്രൈസ് എന്ന് പറയുന്നത് അതായിരുന്നു. പക്ഷെ എല്ലാവരും നോക്കിയിരുന്ന ഒരു മണ്ഡലമാണ്. മൂന്നാം സ്ഥാനത്തേക്ക് പോയി മൂന്നത്. പക്ഷെ ഒരുപാട് വോട്ട് പിടിക്കുമെന്ന് വലുതായിട്ട് പ്രതീക്ഷിച്ചു. കാരണം വിജയം എന്ന് പറയാൻ പറ്റില്ല, വോട്ട് ഒരുപാട് ഉണ്ടാവും എന്ന് പ്രതീക്ഷിച്ച ഒരാളായിരുന്നു. പ്രതീക്ഷിച്ചു. പക്ഷെ അത് മൂന്നാം സ്ഥാനത്തിലേക്ക് പോയി. അത് പക്ഷെ പത്തനംതിട്ട തുടക്കം മുതലേ ആന്റോയ്ക്കൊപ്പം തന്നെ ഉണ്ടായിരുന്നു. കൗണ്ടിങ് തുടങ്ങിയ സമയം തൊട്ട് ആന്റോയ്ക്കൊപ്പം തന്നെ മികച്ച നിന്നത്. പക്ഷേ വേറൊരു കാര്യം കൂടി ഉണ്ട്. തോമസ് ഐസക് ഏകദേശം നല്ല രീതിക്കാണ് അവിടെ പരാജയപ്പെട്ടിരിക്കുന്നത്. 65,880 വോട്ടുകൾക്കാണ് തോമസ് ഐസക് പരാജയപ്പെട്ടിരിക്കുന്നത്. പക്ഷെ എന്നാലും വലിയ കുഴപ്പമില്ലാത്ത ഒരു ജയമാണ് ആന്റോ ആന്റണിക്ക് ലഭിച്ചത്. പക്ഷെ അനിൽ ആന്റണി ഇവിടെ പോയി. അനിൽ ആന്റണിക്ക് ലഭിക്കുമെന്ന് അനിൽ ആന്റണി ഉറപ്പിച്ചു പറഞ്ഞ വോട്ടുകളൊക്കെ എവിടെ പോയി? അതൊക്കെ ഒരു വലിയ ചോദ്യമായി അവശേഷിക്കുകയാണ്. അത് തന്നെയുമല്ല, ഈ നമുക്കറിയാം പത്തനംതിട്ട മണ്ഡലം നമ്മുടെ PC ജോർജിന് നോട്ടമുള്ള ഒരു മണ്ഡലം. അദ്ദേഹത്തിന്റെ ഭാഗങ്ങൾ പത്തനംതിട്ടയിൽ അദ്ദേഹത്തിന്റെ പല മണ്ഡലം എരുമേലി അടക്കമുള്ള ഭാഗങ്ങൾ പത്തനംതിട്ടയുടെ കീഴിൽ വരുന്നത് കൊണ്ട് തന്നെ പത്തനംതിട്ട മണ്ഡലത്തെ കുറിച്ച് നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു ഇതായിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. PC ജോർജിന് അവിടെ മത്സരിക്കാനും താല്പര്യം ഉണ്ടായിരുന്നു. പത്തനംതിട്ട മത്സരിക്കുന്നെങ്കിൽ ഞാൻ പത്തനംതിട്ടയെ മത്സരിക്കൂ എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ദൗർഭാഗ്യവശാൽ അല്ലെങ്കിൽ ഭാഗ്യം കൊണ്ടോ PC ജോർജിന്റെ കയ്യിൽ നിന്ന് ആ പത്തനംതിട്ട മണ്ഡലം നഷ്ടമായി നേരെ അനിൽ ആന്റണിയിലേക്ക് എത്തുകയാണ് ചെയ്തത്. അത് ആന്റണിയുടെ മകൻ എന്ന് മുൻനിർത്തിയായിരുന്നു BJPയുടെ പ്രചാരണം വരെ നടന്നത്. അപ്പൊ പക്ഷെ അതിലവർക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു ശരിക്കും. കാരണം കിട്ടും ആ ഒരു ലേബലിലെങ്കിലും, ആ ലേബൽ യൂസ് ചെയ്തെങ്കിലും കുറെ വോട്ടുകൾ പിടിക്കാൻ പറ്റുമെന്ന്. ഒരുപക്ഷെ അവിടെ ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണങ്ങൾക്ക് വളരെയധികം പ്രസക്തി ഉണ്ടാകാം. നമുക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല. അനിൽ ആന്റണിക്ക് എന്തുകൊണ്ട് വോട്ട് കുറഞ്ഞു എന്ന് ചോദിച്ചാൽ ഒരു പക്ഷേ ദല്ലാൽ നന്ദകുമാർ ഉയർത്തിക്കൊണ്ടുവന്ന വിവാദങ്ങളായിരിക്കാം. അല്ലെങ്കിൽ സംശുദ്ധ രാഷ്ട്രീയം എന്ന് നമ്മൾ അവകാശപ്പെടുന്ന, അല്ലെങ്കിൽ കോൺഗ്രസ്സുകാർ അവകാശപ്പെടുന്ന ഒരു രാഷ്ട്രീയത്തിലുള്ള AK ആന്റണിയുടെ മകൻ, ഒരു കോൺഗ്രസ്സുകാരനായ ഒരാളുടെ മകൻ അവിടെ നിന്നുകൊണ്ട് കൂടി ആ കോൺഗ്രസ്സുകാർക്കുള്ള വെറുപ്പും അതിനകത്തുണ്ടാകും. ജനങ്ങൾക്ക് അതൊന്നും താല്പര്യമുള്ള വിഷയമായിരിക്കില്ല. ഈ രീതിയിൽ മറുകണ്ഠം ചാടിക്കൊണ്ട് സ്വന്തം അച്ഛനെ പോലും കുറ്റം പറഞ്ഞുകൊണ്ട് അവരൊക്കെ പാകിസ്ഥാനിലോട്ട്, കോൺഗ്രസ്സുകാരെല്ലാം പാകിസ്ഥാനിലോട്ട് പോകുമെന്ന് പറയുന്ന രീതിയിലുള്ള പ്രതികരണം പോലും അദ്ദേഹത്തിന്റെ അനിലിന്റെ ഭാഗത്തു നിന്നും ആ തെരഞ്ഞെടുപ്പിന്റെ കാലയളവിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ എന്ന് വെച്ചാൽ സ്വന്തം അച്ഛനെ പോലും തള്ളി പറയുന്ന തരത്തിലേക്ക് അദ്ദേഹം വളർന്നു എന്ന് പറയാൻ പറ്റില്ല, അതൊരു വളർച്ചയാണ്. അപ്പൊ ആ രീതിയിലേക്ക് അദ്ദേഹം മാറുന്ന ഒരു അവസ്ഥയൊക്കെ നമ്മൾ പത്തനംതിട്ടക്കാര് മൊത്തത്തിൽ അതിനെ കണ്ടിരുന്നതാണ്. അപ്പൊ ആ ഒരു സാഹചര്യമൊക്കെ കണക്കിലെടുത്തുകൊണ്ടാകാം എനിക്ക് തോന്നുന്നു അല്ലാണ്ട് ഈ മൂന്നാം സ്ഥാനത്തേക്ക് തഴയപ്പെട്ടതെന്ന് തന്നെ പറയേണ്ടി വരും. പിന്നീട് തോമസ് ഐസക്കിന് വലിയ മെജോറിറ്റി കിട്ടുമെന്നൊക്കെ ഒരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. കാര്യം നമ്മുടെ ആന്റോ ആന്റണിയെ കുറിച്ച് വളരെ മോശപ്പെട്ട കുറെ അഭിപ്രായങ്ങൾ അവിടെയുള്ള ആൾക്കാർക്ക് തന്നെ ഉണ്ടായിരുന്നു. അവിടെ കാണാൻ പോലും എന്നുള്ള നിലയിൽ ആ ഭാഗത്ത് വരാറില്ല തുടങ്ങിയ ഒരുപാട് പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ. പക്ഷെ പത്തനംതിട്ടക്കാരെ സംബന്ധിച്ചിടത്തോളം ആന്റോ ആന്റണി പുതുമുഖമല്ല, അറിയാം, ജനങ്ങൾക്ക് അറിയാവുന്ന ഒരാളും ജനങ്ങളിലേക്ക് എത്താത്ത ഒരാളും തമ്മിലുള്ള ഒരു അവിടെ ഒരു അങ്ങനെ ജനങ്ങളുടെ ഭാഗത്തുനിന്ന് അത് തന്നെയാണ് എനിക്ക് തോന്നുന്നു മാവേലിക്കരയിലെ ഘടകം. അത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം മാവേലിക്കരയിൽ കൊടിക്കുന്നിൽ സുരേഷിനെ എല്ലാവർക്കും അറിയാം. ഞാൻ കൊടിക്കുന്നിൽ സുരേഷുമായിട്ട് സംസാരിച്ച സമയത്ത് ഞാൻ വെറുതെ അദ്ദേഹത്തോട് ഒരു ഇലക്ഷൻ ക്യാമ്പയിനിങ്ങിന്റെ ഇടയിൽ അദ്ദേഹത്തോട് ചോദിച്ചൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് പലപ്പോഴും നിങ്ങളെ പൊതുധാരയിൽ എപ്പോഴും സജീവമായി കാണാറുണ്ട്? അതായത് ഇപ്പോൾ ഒരു മരണം, എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയൊരു അഭിപ്രായമാണ്. അപ്പോൾ ഒരു മരണം നടക്കുന്ന സമയത്ത് അവിടെ ഒരു MP മിക്കവാറും അവിടെ എത്തിപ്പെടാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കല്യാണം നടക്കുന്ന വേദികളിൽ അദ്ദേഹത്തെ കാണാറുണ്ട്. അപ്പൊ ചോദിച്ചു, MP-മാർ അങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെ ഒരു മാതൃക ഉണ്ടാക്കാനുള്ള ശ്രമമായിരുന്നു. പലരും ഇദ്ദേഹം പോയതിനു ശേഷമാണ് MP-മാർക്ക് ഇത് പറ്റുമോ എന്ന് പലരും അദ്ദേഹത്തോട് ചോദിച്ചു എന്ന് കൊടിക്കുന്നിൽ പറയുന്നുണ്ട്. അപ്പം പറയാം, എന്താ പറ്റാത്തത്?
എം പിമാർക്ക് ഇതൊക്കെ കഴിയും. ഓരോ വീടുകളിലും അവരുടെ ആവശ്യം അനുസരിച്ച് ഇപ്പം മരണമാണെങ്കിൽ മരണത്തിന് പോവുക, കല്യാണമാണെങ്കിൽ കല്യാണത്തിന് പോവുക, പാല് കാച്ചാണെങ്കിൽ അവിടെ പങ്കെടുക്കുക. അപ്പൊ ഈ കാര്യങ്ങളിലൊക്കെ പങ്കെടുക്കാൻ എം പിമാർക്ക് കഴിയുമെന്ന് അദ്ദേഹം എന്നോട് ആ ഒരു ക്യാമ്പയിനിങ്ങിനിടയിൽ ഞാൻ സംസാരിച്ചപ്പോൾ അദ്ദേഹം പറയുണ്ടായി. അപ്പൊ അതൊക്കെ തന്നെ ആവാം. ജനങ്ങൾ എന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ് കൊടിക്കുന്നിൽ സുരേഷിനെ. ഓരോ വീട് വീടാന്തരം കൊടിക്കുന്നിൽ സുരേഷിനെ കാണുന്നുണ്ട്. ഈ പറയുന്ന പോലെ മരണത്തിന് ഓടിയെത്തുന്ന ഒരാൾ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഫംഗ്ഷൻ, വീട്ടിലൊരു കല്യാണം നടക്കുമ്പോൾ എത്തുന്ന ഒരാൾ, ഒരു കൊടിക്കുന്നിൽ സുരേഷ്, ഒരു VIP-യുടെ പ്രസൻസ് ആൾക്കാർ അതായിട്ടാണ് ഇവരെയൊക്കെ കാണുന്നത്. ഇപ്പൊ ഒരു MLA അല്ലെങ്കിൽ MP വരുന്ന സമയത്ത് കാണുന്നത് അങ്ങനെയാണ്, ഒരു പ്രസൻസ് ഓഫ് എ VIP. അതാണ് അവര് കാണുന്നത്. അപ്പൊ ആ നിലയ്ക്ക് നോക്കുമ്പോഴും ഈ പറയുന്ന പോലെ അത്തരത്തിലൊരു പരിചിത മുഖം അല്ലെങ്കിൽ പരിചിതത്വം, ഒരു നമുക്ക് ആരോടും എന്തും പറയാൻ പറ്റുന്ന ഒരു ആള് എന്നുള്ള നിലയിൽ നിന്നിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കൊടിക്കുന്നിൽ സുരേഷിനെ അത് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണ ഒരു പുതുമുഖം ഇറങ്ങിയിട്ട് പോലും പിന്നെ 10,000-ൽ താഴെയാണ്, ഏകദേശം 9,953 വോട്ടുകൾക്കാണ് വിജയിച്ചിട്ടുള്ളതെങ്കിൽ പോലും അങ്ങനെ ഒരു വിജയം കൊടിക്കുന്നിൽ കിട്ടാനുള്ള പ്രധാന കാരണവും അത് തന്നെയാവും എനിക്ക് തോന്നുന്നു. ജനസമ്മതി, ജനങ്ങൾക്കിടയിൽ ഇറങ്ങാനുള്ള ധൈര്യം കാണിച്ചു എന്നാണ് പറയുന്നത്. അതുപോലെ പിന്നെ അരുൺകുമാർ മോശപ്പെട്ട സ്ഥാനാർത്ഥിയൊന്നും ആയിരുന്നില്ല. അരുൺകുമാർ വളരെ മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു. നല്ലൊരു പോരാട്ടം തന്നെയാണ് ശരിക്കും മാവേലിക്കര മണ്ഡലത്തിൽ. അരുൺകുമാറിന് വിജയം എന്ന ഒരു ഘട്ടം വരെ ശരിക്കും പറഞ്ഞാൽ പാടി നടന്നു എന്ന് പറയാം. ചിന്തിച്ചിരുന്നു. നമ്മൾ നേരത്തെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പോയ സമയത്ത് നമ്മൾ അരുൺകുമാറിന്റെ വിജയമാണ് നമ്മളും പറഞ്ഞിരുന്നത്. നമ്മൾ മിക്കവാറും അരുൺകുമാർ വിജയിക്കാനാണ് സാധ്യത എന്നുള്ള നിലയിൽ നമ്മൾ അതിനെ പോയിരുന്നു. പിന്നീട് നമ്മൾ ആലപ്പുഴയുടെ ഒരു ഇതിലേക്ക് പോകേണ്ടി വരും. ആലപ്പുഴ വളരെ ശക്തമായ രീതിയിൽ തിരിച്ചു വന്ന ആണ് KC വേണുഗോപാൽ. കുറെ കാലത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 10 പതിറ്റാണ്ടിന് ശേഷം KC വേണുഗോപാൽ വീണ്ടും ആലപ്പുഴയുടെ മണ്ണിലേക്ക് വരുന്നു. ആലപ്പുഴക്കാർ ഒരിക്കലും KCയെ നിരാശപ്പെടുത്തിയില്ല. അതാണ് യാഥാർത്ഥ്യം. അതിനാണ് KCയെ ഇറക്കിയത് എന്ന് വേണേലും പറയാം. കാര്യം ആ നഷ്ടപ്പെട്ടു പോയ ആ മണ്ഡലം തിരിച്ചു പിടിക്കുക. കോൺഗ്രസിന് നഷ്ടപ്പെട്ടതിനെ കോൺഗ്രസ്സുകാരനെ കൊണ്ട്, ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു ദേശീയ തലത്തിൽ പോലും ഈ നമ്മുടെ KC വേണുഗോപാലിന് ഒരു പ്രാധാന്യമുണ്ട്. ദേശീയ തലത്തിൽ KC വേണുഗോപാലിന്റെ പ്രവർത്തനങ്ങളാണെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു പേഴ്സണാലിറ്റി തന്നെ അവര് ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരുപാട് ഗുണം ചെയ്യുന്നു. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ നല്ലൊരു മികച്ച സ്ഥാനാർത്ഥി തന്നെയായിരുന്നു. സത്യത്തിൽ ശക്തനായ നേതാവിനെ തന്നെ കോൺഗ്രസ് ഇറക്കി. കാര്യം ആ മണ്ഡലം കഴിഞ്ഞ തവണ UDF-നെ കൈവിട്ട മണ്ഡലമാണ്. അന്ന് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഒരാൾ കേരളത്തിൽ വന്ന് ആദ്യമായി വയനാട്ടിൽ മത്സരിക്കാൻ പോകുന്നു. അപ്പം ആ രീതിയിലുള്ള പ്രചരണം വന്നു. അപ്പൊ അങ്ങനെ ഒരു പ്രചാരണം വന്ന സാഹചര്യത്തിൽ ആണ് ഈ വോട്ടുകളെല്ലാം മറിഞ്ഞത്. നമുക്കത് തള്ളിക്കളയാൻ പറ്റുന്ന കാര്യമല്ല. ആ ഒരു സാഹചര്യത്തിൽ വോട്ടുകളെല്ലാം മറിഞ്ഞ് UDF-ലേക്ക് എത്തുന്നു. അതുവരെ ഈ പറയുന്ന പോലെ 12, 8, 14, 6 ഈ പറയുന്ന ആ ഒരു റേഞ്ചിൽ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോഴാണ് ഇവിടെ ഒരു UDF-ന് കനത്ത ഒരു തിരിച്ചടി എന്ന് പറയാം. കാര്യം ആ ഒരു ഇതിന് 19 സീറ്റ് നേടി ആ ഒരൊറ്റ സീറ്റ് മാത്രമാണ് UDF-നെ സംബന്ധിച്ചിടത്തോളം ആലപ്പുഴ നഷ്ടപ്പെടുന്നത്. അത് ഭയങ്കര പ്രശ്നമാണ് അവരെ സംബന്ധിച്ചിടത്തോളം. 20-ൽ 20 നേടുമെന്ന് ഉറപ്പിച്ച് വിശ്വസിച്ചിറങ്ങിയ സാഹചര്യത്തിൽ ആ ഒരു സീറ്റിന് അവർ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നു. അത് ആലപ്പുഴയാണ്. അതുകൊണ്ട് തന്നെയാണ് ആലപ്പുഴയിൽ ഇത്തവണ എല്ലാ മാനദണ്ഡങ്ങളും മറികടന്നുകൊണ്ട് അവിടെ KC വേണുഗോപാലിനെ തന്നെ മത്സരിപ്പിക്കുന്നത്. പക്ഷെ ഒരുപാട് വിവാദങ്ങൾ ഉയർത്തിക്കൊണ്ട് എനിക്ക് തോന്നുന്നില്ല ആരിഫ് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നില്ല KCക്ക് ഒരുപാട് ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം. പക്ഷേ അതേസമയം ശോഭാ സുരേന്ദ്രൻ അതിശക്തമായി തന്നെയാണ് KC വേണുഗോപാലിനെ നേരിട്ടത്. പക്ഷെ ജനങ്ങൾ കൈവിട്ടില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ഏകദേശം 55,255 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ KC വേണുഗോപാൽ ജയിച്ചു കയറിയത്. പിന്നെ ബാക്കി ഒക്കെ പിന്നെ നമുക്ക് പറയാനുള്ളത് കോട്ടയം മണ്ഡലത്തെ കുറിച്ചാണ്. കോട്ടയം മണ്ഡലത്തിന്റെ അവസ്ഥ സത്യത്തില് എന്തൊക്കെ പറയാം. ഒരു പക്ഷേ LDF അത് കോട്ടയം മണ്ഡലത്തിലെ LDF-ന്റെ പരാജയം അത് കുറെ അധികം പ്രശ്നങ്ങളിലേക്ക് വരും കാലങ്ങളിൽ അതൊരു വലിയ വിഷയത്തിലേക്ക് പോകും. നമ്മൾ ഇതിനു മുന്നേ ഇത് ചർച്ച ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു കോട്ടയം UDF-നൊപ്പം തന്നെ നിൽക്കുള്ളൂ. പക്ഷെ എനിക്കൊരു വിരുദ്ധാഭിപ്രായം ഉണ്ടായിരുന്നു. കാര്യം അവിടെ ഞാൻ ആലോചിച്ചപ്പോൾ അവിടെ സജി മഞ്ചക്കടമ്പിൽ രാജിവെക്കുന്നു, അവിടെ വീണ്ടും കേരള കോൺഗ്രസ് വീണ്ടും ഒരു പിളർപ്പിലേക്ക് പോകുന്നു. അപ്പം അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചപ്പോൾ ഒരു പക്ഷേ ജനങ്ങൾ LDF-നെ അല്ലെങ്കിൽ ഈ പറയുന്ന തോമസ് ചാഴിക്കാടിനെ സപ്പോർട്ട് ചെയ്യുമെന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു.
ശരിക്കും പറഞ്ഞാൽ ആത്മാർത്ഥമായി ഞാൻ ചിന്തിച്ചൊരു കാര്യം. അത് ഞാൻ പലരോടും എൻ്റെ സൗഹൃദ വലയങ്ങളിലൊക്കെ സംസാരിക്കുമ്പോൾ കൂട്ടുകാരോടൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഞാൻ പറയും കോട്ടയം കിട്ടും. കാര്യം കോട്ടയത്തിലൊരു സാധ്യത എന്ന് പറഞ്ഞാൽ ഇതാണ്, അവിടെ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ തവണ അവിടുത്തെ MP ആയിരുന്നു. ശരിക്കും നിലവിൽ സിറ്റിംഗ് MP ആണ് പിന്നെ തോമസ് ചാഴിക്കാടൻ. അപ്പൊ അതുകൊണ്ട് തന്നെ കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ള രീതിയിൽ ഞാൻ പലരോടും സംസാരിച്ചിരുന്നു. പക്ഷേ തെറ്റുപറ്റിപ്പോയി. എനിക്ക് ഭയങ്കരമായ തെറ്റ് സംഭവിച്ചു. UDF-നൊപ്പം തന്നെ അവർ മാറി ചിന്തിക്കൂലെന്നാണ് ഞാൻ പറഞ്ഞു. പക്ഷേ അവിടെ LDF-ന്റെ മുന്നണി ബന്ധത്തെ അത് ബാധിക്കാൻ സാധ്യതയുണ്ട്. കാര്യം ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു ഈ ഒരു ഇടപാട്, അതായത് LDF-ൽ നിന്നുണ്ടായ ഈ ജോസ് കെ മാണിയും അല്ലെങ്കിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പും ഇടതുപക്ഷവും തമ്മിൽ, അല്ലെ CPM LDF-ലേക്ക് ഇവരെ ക്ഷണിച്ചതും ഈ ഒരു മുന്നണി ബന്ധം ഇഷ്ടപ്പെടാത്ത ഒരുപാട് പേര് ഇപ്പോഴും പാർട്ടിക്കകത്ത് അവിടെ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കേണ്ടി വരും. ഈ ഒരു സാഹചര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. കാര്യം ജോസ് കെ മാണി ഒരു കാരണവശാലും ഈ പിന്നെ മാണി ഗ്രൂപ്പിന് നഷ്ടപ്പെടാൻ സാധ്യതയില്ലാത്ത ഒരു സീറ്റ്, ആ ഒരു സീറ്റിൽ ഇത്തവണ കഴിഞ്ഞ തവണത്തെ MP തന്നെ മത്സരിച്ചപ്പോൾ പരാജയപ്പെടുന്നു. എന്തുകൊണ്ട് പരാജയപ്പെട്ടു? ഇത് സത്യത്തിൽ അവരുടെ മുന്നണി ബന്ധത്തെ വളരെ ശക്തമായി ബാധിക്കും. ജോസ് കെ മാണിയും LDF തമ്മിലുള്ള ബന്ധത്തെ ആയിരിക്കും ബാധിക്കാൻ പോകുന്നത്. അപ്പോൾ എന്ന് വെച്ചാൽ ഈ പറയുന്ന ഒരു കൂട്ടുകെട്ട് ഇഷ്ടപ്പെടാത്തവർ ഇപ്പോഴും നിലവിൽ പാർട്ടിക്കകത്തുണ്ട്, നിലവിലുണ്ട്. അവരുടെ വോട്ട് എവിടെ പോയി? ആ വോട്ടായിരിക്കാം ഒരു പക്ഷേ ഈ പറയുന്ന ഫ്രാൻസിസ് ജോർജിന്റെ വിജയത്തിലേക്ക് കൊണ്ടുപോയത്. അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു അപജയം തോമസ് ചാഴിക്കാടൻ ഉണ്ടാകുമായിരുന്നു തോന്നുന്നില്ല. എനിക്ക് തോന്നുന്നു അവിടെ വിജയിച്ചിരിക്കുന്ന ഏകദേശം 82,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ 82,267 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് ഫ്രാൻസിസ് ജോർജ്. ചെറിയൊരു കണക്കല്ലല്ലോ, ചെറിയ കണക്കല്ല, വലിയ കണക്ക് തന്നെയാണ്. കാര്യം ഇത്തവണ വലിയ ബോംബിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല, വലിയ രീതിയിലുള്ള പ്രചാരണങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള സംഭവങ്ങളോ, വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ നടന്നിരുന്നതായിരുന്നു. ഇപ്പം NDA സഖ്യത്തെ അല്ലെങ്കിൽ BJP നയിക്കുന്ന NDA സഖ്യത്തെ കേന്ദ്രത്തിൽ നിന്ന് മാറ്റുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം കേരളക്കാർക്ക് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ പൊതുവിൽ അങ്ങനെ ഒരു ഇത് വന്നിട്ടുണ്ട്, പൊതുവിലൊരു വികാരം വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ 400 പ്രതീക്ഷിച്ചവർക്ക് 290 കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നൊരു കാര്യമല്ലേ. ഏകദേശം 100-ലധികം സീറ്റുകളുടെ കുറവല്ലേ ഉണ്ടായിരിക്കുന്നത്. എന്നിട്ടും നമ്മൾ ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ ഒറ്റക്കക്ഷി എന്നുള്ള നിലയിൽ BJPക്ക് കേവല ഭൂരിപക്ഷം ഇല്ല അല്ലേ, കേവല ഭൂരിപക്ഷം വന്നിട്ടില്ല. അപ്പോഴും എന്നിട്ട് പോലും ഇവിടെ ഒരു കാരണമെന്ന് വെച്ചാൽ മൊത്തത്തിൽ നമ്മൾ ഈ പറയുന്ന BJPയോട് ഒരു ആഭിമുഖ്യ കുറവ് മൊത്തത്തിൽ നമ്മൾ വോട്ടിങ്ങിൽ വന്നിട്ടുണ്ട്. പക്ഷെ അതിനെ പോലും അതുപോലെ തന്നെയായിരിക്കും ഇവിടെയും ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലെ സംബന്ധിച്ചിടത്തോളം LDF-ന് ആ രീതിയിലുള്ള ഒരു വലിയൊരു പരാജയം തന്നെയാണ് നേരിട്ടിരിക്കുന്നത്. ഇവിടെ ഈ മുന്നണി ബന്ധത്തെ ഇഷ്ടപ്പെടാത്തവർ തന്നെയാണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കോട്ടയത്ത് ഈ തോമസ് ചാഴിക്കാടനെ പരാജയപ്പെടുത്തിയിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു പൊളിറ്റിക്കൽ സിനാരിയെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിയുമ്പോൾ ഈ പറയുന്ന ഫ്രാൻസിസ് ജോർജിന്റെ 82,000 എന്ന് പറയുന്ന വലിയൊരു സംഖ്യ തന്നെയാണ്. അതായത് 82,000-ലധികം ആളുകൾ ഇദ്ദേഹത്തിനെ എതിർക്കുന്നു എന്നാണ് എൻ്റെ അർത്ഥം. തോമസ് ചാഴിക്കാടനെ എതിർക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു മുന്നണി ബന്ധത്തെ എതിർക്കുന്നു. അതിൽ 82,000 ഇല്ലെങ്കിൽ അതിന്റെ 20% എടുത്താൽ പോലും അത്രയും ആൾക്കാരും ഈ പറയുന്ന പിന്നെ ഈ ഒരു മുന്നണി ബന്ധത്തെ എതിർക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ഇനിയും ചിന്തിക്കേണ്ടത് ജോസ് കെ മാണിയാണ്. ഇനി ജോസ് കെ മാണിയുടെ ചിന്തകളായിരിക്കും ഇതിനകത്തിലെ പ്രധാനമായിട്ട് വരുന്നത്. അല്ലെങ്കിൽ LDF ചിന്തിക്കണം. LDF ചിന്തിച്ചുകൊണ്ട് ഈ മുന്നണി കാരണമാണോ? കാര്യം പാലാ സീറ്റ് നഷ്ടപ്പെട്ടു. അതെ അല്ലേ, പാലായിലുണ്ടായിരുന്ന ആ ഒരു പാലായിൽ കഴിഞ്ഞ തവണ നമ്മുടെ മാണി സി കാപ്പനെ ഇറക്കി CPM പിടിച്ച, അല്ലെങ്കിൽ ഇടതുപക്ഷം പിടിച്ച സീറ്റായിരുന്നു അത്. ആ സീറ്റ് അവിടെ നിർത്തിക്കൊണ്ട് പകരം ജോസ് കെ മാണിക്ക് കൊടുക്കുകയും പകരം ഈ പറയുന്ന മാണി സി കാപ്പൻ അവിടെ നിന്ന് വിട്ട് UDF-ന് വേണ്ടി അവിടെ മത്സരിക്കുകയും ചെയ്തു. അങ്ങനെ NCP തന്നെ മാറിയില്ലേ. മാണി സി കാപ്പൻ അവിടെ നിന്ന് ജയിച്ചു, പാലായിൽ നിന്ന് ജയിച്ചു. അപ്പം പാല എന്ന് പറയുന്നത് മാണിയുടെ പാല മാറിക്കഴിഞ്ഞു. കാരണം എന്താ, ഈ മുന്നണി ബന്ധത്തോടെ മാണിയുടെ പാല അവിടെ നാമാവിശേഷമായി. അതുകൊണ്ടാണല്ലോ സ്വന്തം മാണിയുടെ മകനെ പരാജയപ്പെടുത്തിക്കൊണ്ട് മാണി സി കാപ്പൻ തന്നെ അവിടെ ജയിച്ചത്. ഇല്ലെങ്കിൽ ജയിക്കില്ലല്ലോ, ഇല്ലേ? അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം, തീർച്ചയായിട്ടും അവിടെ അങ്ങനെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഈ മുന്നണി ബന്ധം ഇഷ്ടപ്പെടാത്തവർ ഒന്നുകിൽ കേരള കോൺഗ്രസിൽ, അതുമല്ലെങ്കിൽ ഈ പറയുന്ന LDF-ലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ടാകും പ്രചരണ സമയത്ത് പോലും വലിയ ബഹളങ്ങളൊന്നും ഇല്ലാതെ അടിക്കൂടുള്ള ചരടുവലിയായിരിക്കും ആയിരിക്കാം. പലപ്പോഴും അവർക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. കേരള കോൺഗ്രസ്സുകാർക്ക് പോലും ഈ ഒരു ബന്ധത്തെ താല്പര്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പരാജയം. പിന്നെ നമുക്ക് നോക്കാം, ഡീൻ കുര്യാക്കോസ്. നമുക്ക് എന്ത് പറയാനാ ഡീൻ കുര്യാക്കോസിന്റെ കാര്യം?
ഉറപ്പിച്ചിരുന്നതല്ലേ. നമ്മൾ നേരത്തെ നമുക്കൊരു ചർച്ചയുടെ ആവശ്യമേ. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, വയനാട്, എറണാകുളം, മലപ്പുറം നമ്മൾ തന്നെ നമ്മുടെ ചർച്ചയിൽ ഉറപ്പിച്ചിരുന്ന സീറ്റാണ്. 1,30,404 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ ഡീൻ കുര്യാക്കോസ് ജയിച്ചത്. പിന്നെ അതോടൊപ്പം തന്നെ എറണാകുളം വന്നിട്ട് ഹൈബീഡന്റെ വിജയം, അത് 2,41,930 വോട്ടിന്റെ ഭൂരിപക്ഷം. ഇതൊന്നും നമുക്ക് തൊടാൻ പറ്റില്ല. കാരണം വെച്ചാൽ അതെനിക്ക് തോന്നുന്നില്ല ഈ ഭൂരിപക്ഷത്തിന് എത്ര വോട്ട് അവിടുത്തെ എതിർ സ്ഥാനത്തേക്ക് എനിക്ക് സംശയമുണ്ട്. മികച്ച പെർഫോമൻസുകളാണ് അവിടെയൊക്കെ നടന്നിട്ടുള്ളത്. പിന്നെ ചാലക്കുടി പ്രതിരോധം തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശക്തമായ ബെന്നി ബെഹനാന് ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ അവിടെ രവീന്ദ്രനാഥ് മാഷിനെ കൊണ്ട് സാധിച്ചു. അതിന്റെ ഗുണം കാണാനുണ്ട്. 63,769 വോട്ടുകളുടെ ഭൂരിപക്ഷം മാത്രമാണ് ബെന്നി ബെഹനാൻ ചാലക്കുടിയിൽ നേടിയിരിക്കുന്നത്. അപ്പൊ എന്ന് വെച്ചാൽ ശക്തമായ ഒരു മത്സരം അവിടെ നടന്നു എന്ന് തന്നെ പറയേണ്ടി വരും. ഏകപക്ഷീയമല്ല. കാര്യം നല്ലൊരു പ്രതിരോധം കൊടുക്കാൻ അവിടെ നമ്മുടെ രവീന്ദ്ര മാഷിന് കഴിഞ്ഞു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. പിന്നെ സുരേഷ് ഗോപി തൃശ്ശൂർ മണ്ഡലമാണ്. തൃശ്ശൂർ മണ്ഡലം എന്താണ് പറയാ, തൃശ്ശൂർ മണ്ഡലം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയാം. കുറേ ആൾക്കാർ പ്രതീക്ഷിച്ചു സുരേഷ് ഗോപി ജയിക്കുമോ എന്നുള്ള പ്രതീക്ഷ. എനിക്കില്ലായിരുന്നു പ്രതീക്ഷ. കാര്യം ശക്തരായ 2 സ്ഥാനാർത്ഥികളായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷെ തൃശ്ശൂരിന്റെ ചരിത്രം പരിശോധിച്ചാൽ എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എങ്ങനെ പറയാൻ പറ്റും? പറയും എങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. ഒരു പക്ഷേ എനിക്ക് അതിനകത്ത് തോന്നുന്ന ഒരു കാര്യം, ഈ ഒന്നുകിൽ കാര്യം എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം. മുരളീധരൻ എവിടെയാണെന്ന് അറിയും. ഇപ്പം മുരളീധരന്റെ പൊസിഷൻ അറിയാം, 3ാം സ്ഥാനത്താണ്. അവിടെ ഒന്ന് ആലോചിച്ച് നോക്കുക, 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് അവിടെ സുരേഷ് ഗോപി ജയിച്ചു കയറിയത്. നിസ്സാരമല്ല 74,686 വോട്ടുകൾ. സുനിൽകുമാർ എന്ന് പറയുന്നത് നല്ല സ്ഥാനാർത്ഥിയായിരുന്നു, നമുക്കറിയാം. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പോലെ തൃശ്ശൂരുകാർക്ക് ഏറ്റവും വേണ്ടപ്പെട്ട സ്ഥാനാർത്ഥി തന്നെയാണ് VS സുനിൽകുമാർ എന്ന് പറയാൻ യാതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. മുരളീധരനെയും എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ മുരളീധരൻ 3ാം സ്ഥാനത്തേക്ക് പോയി. പക്ഷെ മുരളീധരൻ പറഞ്ഞൊരു പ്രസ്താവന ഉണ്ടായിരുന്നു. മുരളീധരൻ ഉറപ്പായിട്ടും ജയിക്കുമെന്ന് മുരളീധരന് 100% കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അവസാന നിമിഷം വരെ ഉണ്ടായിരുന്നു. വോട്ടെണ്ണി ഒരു നിലവിലൊരു ഭൂരിപക്ഷത്തിലേക്ക് സുരേഷ് ഗോപി കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മാത്രമാണ്, അതായത് അൺടച്ചബിൾ എന്ന് പറയുന്ന ഒരു പൊസിഷനിലേക്ക് എത്തിയില്ല. ഒരു 10,000-നൊക്കെ മേളിലേക്ക് 15,000-നൊക്കെ മുകളിലേക്ക് ആ സുരേഷ് ഗോപിയുടെ ഭൂരിപക്ഷം ഇങ്ങനെ കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ അവിടെ വെച്ചായിരിക്കാം ഒരു പക്ഷേ മുരളീധരന് ആ ഒരു കോൺഫിഡൻസ് നഷ്ടമായത് എന്ന് എനിക്ക് തോന്നുന്നു. അല്ല എന്നുണ്ടെങ്കിൽ 2ാം സ്ഥാനത്ത് ഇതുപോലെ സുനിൽകുമാർ വന്നു. പല പ്രഖ്യാപനങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. കാരണം എന്താ പറയാ, UDF-ഉം LDF-ഉം തമ്മിലാണ് തൃശ്ശൂർ മത്സരമുള്ളൂ. ഞങ്ങൾ NDA എന്നുള്ള ഒരു മുന്നണിയെ മൈൻഡേ ചെയ്യുന്നില്ലെന്ന് വരെയുള്ള പ്രസ്താവനകൾ പല രീതിയിൽ, പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ വഴിയൊക്കെ വലിയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു. കാരണം ഒരിക്കലും അവിടെയുള്ള ആ ഒരു കോൺഗ്രസ് നേതൃത്വമായാലും LDF ആണെങ്കിലും ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ വിജയമായിരുന്നു ശരിക്കും തൃശ്ശൂർ. അതെ, കാര്യം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര നാണക്കേട് ഉണ്ടാക്കിയ ഒരു പരാജയമാണ്. കാര്യം 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെടുന്നു. LDF-നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നാണക്കേടേണ്ട ആവശ്യമൊന്നുമില്ല. കാര്യം മിക്കവാറും പിന്നെ മത്സരം നല്ല രീതിയിൽ മത്സരം നടന്നില്ല. ഇപ്പം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ രാജീവ് ചന്ദ്ര തിരുവനന്തപുരം മണ്ഡലം പോയി 3ാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. കാര്യം കഴിഞ്ഞ തവണയും 3ാം സ്ഥാനത്ത് തന്നെ ആയിരുന്നു. അപ്പം അതിനുശേഷം ഇപ്പം വി ജോയി ആറ്റിങ്ങലിൽ നല്ല മത്സരം കാഴ്ചവെച്ച് 2ാം സ്ഥാനത്തുണ്ട്. അവിടെ മുരളീധരൻ അപ്രസക്തനാണ്. കൊല്ലം മണ്ഡലത്തിൽ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്, അത് നമുക്കറിയാം. മുകേഷ് തന്നെയാണ് 2ാം സ്ഥാനത്ത് വന്നിരിക്കുന്നത്. തോറ്റെടുത്തല്ല 2ാം സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. പക്ഷെ ഇവിടെ സംഭവിച്ച മറിച്ചാണ്. ഇവിടെ മുരളീധരൻ അതിശക്തനാണ്. മുരളീധരന്റെ സമയത്തുള്ള കോൺഗ്രസ് പാർട്ടിയിലെ ദേശീയ നേതാക്കളിൽപ്പെട്ട അതിശക്തനായ ഒരു മുതിർന്ന നേതാവ് തന്നെയാണ് കെ മുരളീധരൻ എന്ന് പറയുന്നത്. എന്ത് സംഭവിച്ചു കെ മുരളീധരന് വീഴേണ്ട വോട്ടുകളൊക്കെ എവിടെ പോയി? കെ മുരളീധരൻ പോലും പക്ഷെ പറഞ്ഞത് എന്താണെന്ന് അറിയാം. കെ മുരളീധരൻ നടത്തിയൊരു പ്രസ്താവനയുണ്ട്. ഇവിടെ സുരേഷ് ഗോപി 1ാം സ്ഥാനത്തും 3ാം സ്ഥാനത്ത് സുനിൽകുമാറും വന്നു കഴിഞ്ഞാൽ അതിന്റെ കാരണക്കാരൻ പിണറായി വിജയനായിരിക്കും എന്ന് മുരളീധരൻ പ്രസ്താവന ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ആരാ 3ാം സ്ഥാനത്തേക്ക് പോയത്? അവിടെ എന്ത് സംഭവിച്ചു?
അപ്പോഴാണ് സുനിൽകുമാർ പറഞ്ഞ ചില കാര്യങ്ങളോട് നമുക്ക് യോജിക്കേണ്ടി വരുന്നത്. അതായത് അവിടെ ഒരു വോട്ട് ഒഴുക്ക് അടിയിലൂടെ നടന്നിട്ടുണ്ട്. അതായത് ഈ പറയുന്ന കോൺഗ്രസിന് വീഴേണ്ട വോട്ടുകൾ, UDF വീഴേണ്ട വോട്ടുകൾ നേരെ ഇവിടേക്ക് ചെന്ന് ചേർന്നിട്ടുണ്ട്. ഈ പറയുന്ന BJP-യിലേക്ക് സുരേഷ് ഗോപിക്ക് കൃത്യമായി തന്നെ ചെന്ന് വീണിട്ടുണ്ട്. ഇത് നമ്മൾ പരിഗണിക്കേണ്ടി വരും. സുനിൽകുമാറിന്റെ ഇത് ആരോപണമായിട്ട്, നിസ്സാരപ്പെട്ട ഒരു ആരോപണമായിട്ട് നമുക്ക് തള്ളിക്കളയാനും പറ്റില്ല. അപ്പം മുരളീധരൻ തന്നെ അതിന് ആശങ്ക ഉണ്ടാവും. ഇപ്പോ മുരളീധരൻ തന്നെ അതിനെക്കുറിച്ച് ആക്ഷേപം ഉണ്ടാകും. അതിപ്പം വരും ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ പരസ്യമായി, അത് മുരളീധരൻ ഒരു ഗുണമുണ്ട്, അദ്ദേഹം എന്ത് കാര്യം ഉണ്ടെങ്കിലും ആരുടെയും മുഖം നോക്കത്തില്ല, പറയാനുള്ള കാര്യം ആരോടും തുറന്നു പറയുന്നത്. അത് പാർട്ടിക്കകത്താണെങ്കിലും പുറത്താണെങ്കിലും. മുരളീധരൻ അത്ര ക്ലിയർ ആയിട്ടുള്ള ഒരു നേതാവാണ്. അഴിമതിയും കാര്യങ്ങളൊക്കെ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് പിന്നീട് അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാം. ഇത് ശരിക്കും അദ്ദേഹം പല കാര്യങ്ങളിലും അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ അങ്ങനെ തന്നെയാണ്, വളരെ ശക്തമായ നിലപാട്. പാർട്ടിക്കകത്ത് മോശപ്പെട്ട കാര്യം നടന്നോ അതിനെ പരസ്യമായി തന്നെ ശാസിക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്ന ഒരു നേതാവ് തന്നെയാണ് മുരളീധരൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ തൃശ്ശൂരിൽ ഈ പറഞ്ഞ പോലെ സുനിൽകുമാർ പറഞ്ഞ പോലെ ഒരു അടിയൊഴുക്ക് നടന്നിട്ടുണ്ടെങ്കിൽ നാളെ ഒരു സമയത്ത് ഇത് തുറന്നു പറഞ്ഞിരിക്കും. 100% ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തൃശ്ശൂരിൽ എന്തായിരുന്നാലും ഒരു പക്ഷേ NDAക്ക് ഒരു വഴി വെച്ചു കൊടുത്തത്, അല്ലെ സുരേഷ് ഗോപിയുടെ ഒരു വിജയത്തിലേക്ക് കൊണ്ട് എത്തിച്ചു കൊടുത്തത്, അതിനകത്ത് കോൺഗ്രസിന് ഒരു നല്ല പങ്കുണ്ടോ എന്നുള്ള കാര്യം 100% എനിക്ക് പറയാൻ പറ്റും. അതിന് ചിലപ്പോൾ എതിരഭിപ്രായങ്ങൾ ധാരാളം ഉണ്ടാവും. പക്ഷേ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ BJPക്ക് ഭയങ്കര പ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. അതെ അതെ, കാരണം അവര് ഇപ്പൊ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന സമയം തൊട്ടേ അവർ വലിയ പ്രതീക്ഷ അർപ്പിച്ചിരുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശ്ശൂർ. അവര് അതായത് തൃശ്ശൂര് ഞാൻ ഇനി എടുക്കുക എന്ന് പറഞ്ഞ പോലെ അത് എടുക്കാൻ വേണ്ടി അവരെന്തും ചെയ്യാൻ, അല്ലെങ്കിൽ വന്നു. ഇപ്പൊ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണം തന്നെ നടത്തിയത് ലോകം മുഴുവൻ അറിഞ്ഞില്ലേ? അല്ല, 2 പ്രാവശ്യം ഒന്ന് കുന്നംകുളം വന്നു, അങ്ങനെ ഒന്ന് വടക്കുംനാഥന്റെ മുന്നിൽ വന്നു. അപ്പൊ അങ്ങനെ അവിടെ വന്ന് നാരീശക്തിയെ കുറിച്ച് അദ്ദേഹം പ്രസംഗിച്ചു. പിന്നെ നരേന്ദ്രമോദിയുടെ ഭരണത്തിന്റെ കീഴിൽ നാരീശക്തി എത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോയി, സ്ത്രീകൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ രണ്ടാമത്തെ ചിന്തയാണ്. സ്ത്രീകൾക്കെതിരെ നടന്നിട്ടുള്ള അക്രമങ്ങളുടെ എണ്ണം എടുത്തു കഴിഞ്ഞാലും ആക്രമിക്കപ്പെട്ട സ്ത്രീകൾക്ക് അവർ കൊടുത്ത പരാതിയിൽ നടന്നിട്ടുള്ള ആക്ഷൻസ് നമ്മൾ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ നമുക്ക് അറിയാൻ പറ്റുന്ന കാര്യമാണ്. ഈ നാരീശക്തി എന്നൊക്കെ പറയുന്നുണ്ട്. പ്രധാനമന്ത്രി അന്ന് വലിയ കാര്യമായിട്ട് നമ്മുടെ ഇവിടെ മൈതാനത്ത് വന്നിട്ട്, അതായത് നമ്മുടെ തേക്കിൻകാട് മൈതാനത്ത് വന്ന് പ്രസംഗിച്ചത് എത്രത്തോളം ആൾക്കാർക്ക് എഫക്റ്റീവായി എന്നറിയില്ല, എങ്കിൽ തന്നെയും കൃത്യമായി പറഞ്ഞാൽ പലതും വോട്ടായി മാറിയിട്ടുണ്ട്. ഒരു അടിയൊഴുക്ക് തൃശ്ശൂർ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷെ അവിടെ എന്താണ് എന്നറിയില്ല. ഇനി അടുത്തത് നമുക്ക് ആലത്തൂർ. നമ്മൾ നേരത്തെ തന്നെ ഒരുപക്ഷെ എനിക്ക് ഏറെ പ്രതീക്ഷ ഉണ്ടായിരുന്ന മണ്ഡലങ്ങളിൽ ഒന്നതായിരുന്നു. എന്നാലും വലിയ ഭൂരിപക്ഷമില്ല, 20,143 വോട്ടിന്റെ ഭൂരിപക്ഷം ഉള്ളെങ്കിൽ പോലും എനിക്ക് വളരെയധികം പ്രതീക്ഷ ഉണ്ടായിരുന്ന ഒരു മണ്ഡലം പേഴ്സണലി എനിക്ക് കെ രാധാകൃഷ്ണൻ അവിടെ വിജയിക്കും എന്നുള്ള കാര്യം 100% നേരത്തെ വിജയം ഉറപ്പിച്ചിരുന്ന മണ്ഡലം തന്നെയാണ്. കാര്യം ഇദ്ദേഹത്തോട് ഈ അവിടെ മത്സരിച്ച് എതിരെ രമ്യ ഹരിദാസിനോട് പലർക്കും അത്ര താല്പര്യമില്ലായിരുന്നു. അത് പാർട്ടിക്കുള്ളിൽ തന്നെ അവരെ പരാജയപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ നടന്നു എന്നൊക്കെയാണ് അവിടുന്ന് കേൾക്കുന്ന ചില വാർത്തകൾ. അതിലൊക്കെ വാസ്തവം ഉണ്ടോ എന്നറിയില്ല. എങ്കിൽ പോലും രമ്യ ഹരിദാസ് അത്രത്തോളം മികച്ച ഒരു പാർലമെന്റേറിയൻ ഒന്നുമല്ല, അത്രത്തോളം മികച്ച ഒരു സംഘാടകയല്ല, ഒരു മികച്ച നേതാവല്ല. വെറുതെ കഴിഞ്ഞ തവണ വന്ന് പാട്ടുപാടി പിന്നെ ആ ഓളത്തിനനുസരിച്ച് മുന്നോട്ട് പോയി എന്നുള്ളതല്ലാതെ രമ്യ ഹരിദാസിന് ആലത്തൂരിൽ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പക്ഷെ കെ രാധാകൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഒരു മാഷ് എന്നുള്ള ഒരു പൊസിഷൻ കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞ രാധാകൃഷ്ണേട്ടൻ എന്ന് വിളിക്കുന്നവരുണ്ട്, രാധാകൃഷ്ണൻ മാഷ് എന്ന് വിളിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആലത്തൂർ ഉറപ്പായിട്ടും രാധാകൃഷ്ണനോട് അനുബന്ധിച്ച് നിന്നു. പിന്നെ VK ശ്രീകണ്ഠൻ ആണ് പാലക്കാട്. അത് 75,153 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് VK ശ്രീകണ്ഠൻ. ചർച്ച ചെയ്യപ്പെടേണ്ട ഇല്ല, അത് കാര്യം ചർച്ച ചെയ്യപ്പെടേണ്ട അല്ല എന്ന് പറഞ്ഞാലും അതിനകത്ത് നമുക്ക് അറിയാവുന്ന പോലെ തന്നെയാണ്. അവിടെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്, ഒരു കാരണവശാലും അവിടെ വിജയരാഘവൻ ജയിക്കില്ല എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് VK ശ്രീകണ്ഠന്റെ വിജയം അത്ര ഒരു സർപ്രൈസ് ആയിട്ട് ഫീൽ ചെയ്യുന്നില്ല. എനിക്ക് തോന്നുന്നു ഈ UDF-കാർക്ക് പോലും അത്ര സർപ്രൈസ് അല്ല, LDF-കാർക്ക് പോലും ഒരു സർപ്രൈസ് LDF-കാർ തന്നെ ഉറപ്പിച്ചിരുന്നു അവിടെ കിട്ടില്ല എന്നുള്ള കാര്യം. പിന്നെ അടുത്തത് നോക്കണ്ട, പൊന്നാനി സമദാനി തന്നെ. സമദാനി ജയിച്ചതോ 2,35,044 വോട്ടുകൾക്ക്. അതും വലിയ കുഴപ്പമില്ലാത്ത വോട്ടാണ്. അവിടെയും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും സംഭവിക്കില്ല എന്നുള്ള കാര്യം നമുക്ക് അറിയാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ ET മുഹമ്മദ് ബഷീറിന്റെ മലപ്പുറം, അവിടെയും ഒന്നും സംഭവിക്കില്ല. 2,98,305 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് അവിടെ മുഹമ്മദ് ബഷീർ ജയിച്ചത്. പിന്നെ MK രാഘവൻ കോഴിക്കോട് എന്നുള്ള, അത് ഇത്തവണ 4ാം തവണയാണ് അദ്ദേഹം ജയിക്കുന്നത്. അത് 1,45,792, 1,45,792 വോട്ടുകളുടെ ഭൂരിപക്ഷം. അവിടെയും
അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലുള്ള മത്സരം നടന്നു എന്ന് പറയാൻ പറ്റും. അവിടെ മികച്ച ഒരു മത്സരം എന്നുള്ള നിലയിൽ നമുക്ക് അതിനെ കണക്കാക്കാൻ പറ്റില്ല. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വയനാടാണ്. വയനാട് സെറ്റ്, വയനാട് സെറ്റ്. ഒന്ന് നോക്കണ്ട, തിരിഞ്ഞു മറിഞ്ഞു നോക്കണ്ട. വയനാട് പറയാനില്ല. അതെ, ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം 3,64,111. അതെ. അതില് വേറൊരു കാര്യമുണ്ട്, കഴിഞ്ഞ തവണ കിട്ടിയ ഭൂരിപക്ഷം 4.5 ലക്ഷമായിരുന്നു. 4.5 ലക്ഷം അന്നൊരു രാഹുൽ ഗാന്ധി എഫക്ട് എന്ന് പറഞ്ഞൊരു എഫക്ട് തന്നെ ഉണ്ടായിരുന്നു. അതെ, അതൊരു എഫക്ട് ഉണ്ടാക്കാൻ വേണ്ടി. ഇത്തവണ അത്ര വലിയ എഫക്ട് ഒന്നും ഇല്ലായിരുന്നെങ്കിൽ പോലും രാഹുൽ ഗാന്ധി അവിടെ നോമിനേഷൻ കൊടുത്തപ്പോൾ തന്നെ, അല്ലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ തന്നെ രാഹുൽ ഗാന്ധി ജയിച്ചു. കാര്യം അവിടെ UDF-നാണ് പ്രാധാന്യം, അവിടെ ലീഗിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിനെ ജയിച്ചു. അവിടെ പതാക വിവാദത്തെയൊക്കെ ഉയർത്തിക്കൊണ്ടുവന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കാനൊക്കെ ശ്രമിച്ചുവെങ്കിൽ പോലും അതൊന്നും ഏശിയില്ലെന്ന് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് മനസ്സിലാവും. ഏകദേശം 3,64,000 എന്ന് പറഞ്ഞാൽ ഇത്തവണയും ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടി ജയിച്ചിരിക്കുന്നത് അദ്ദേഹം തന്നെയാണ്, രാഹുൽ ഗാന്ധി തന്നെയാണ്. ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ അടുത്ത പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ തന്നെ നിന്നുകൊണ്ടാണ് ആ ഒരു ആക്സെപ്റ്റൻസ് ഇപ്പോൾ കിട്ടുന്നുണ്ട് പലയിടത്തും. ആ ഒരു അടുത്ത ഒരു പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി ആ ഒരു നിലയിൽ രാഹുൽ ഗാന്ധി പലയിടത്തും സ്വീകാര്യനാവുന്നുണ്ട്, ജനങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ തീർച്ചയായിട്ടും അദ്ദേഹം മത്സരിച്ച മറ്റു മണ്ഡലങ്ങളിൽ പോലും അദ്ദേഹത്തിന് നല്ല ഭൂരിപക്ഷത്തോടു കൂടി മുന്നേറാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് അതിലൊരു പ്രധാന കാര്യം. അതുകൊണ്ട് തന്നെ അവിടെ സുരേന്ദ്രൻ അപ്രസക്തനായി മാറി എന്നുള്ളതാണ്. സുധാകരൻ അവിടെ അപ്രസക്തനായി, മറന്നുപോയി എന്ന് പറയാം. സുരേന്ദ്രനൊക്കെ അവിടെ നമ്മൾ മറന്നുപോയി. കെ സുരേന്ദ്രൻ അവിടെ മത്സരിച്ചോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ ആർക്കറിയാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് കെ സുരേന്ദ്രൻ എത്തിപ്പെട്ടു. പക്ഷെ എന്നിരുന്നാലും വളരെ ശക്തമായ മത്സരം തന്നെയാണ്. മത്സരം എന്ന് പറയാൻ, ശക്തമായ മത്സരം എന്ന് പറയാൻ പറ്റത്തില്ല, ഏകപക്ഷീയമായ വിജയം. ഏകപക്ഷീയമായ ഏറ്റവും വലിയ ഭൂരിപക്ഷം 3,64,000, ചെറിയൊരു ഡിജിറ്റ് അല്ല. അതുകൊണ്ട് തന്നെ അവിടെ വളരെ വ്യക്തമായ ഒരു ഭൂരിപക്ഷം, വളരെ ഏകപക്ഷീയമായ ഒരു വിജയമൊക്കെയാണ് അദ്ദേഹം രാഹുൽ ഗാന്ധി അവിടെ നേടിയിരിക്കുന്നത് എല്ലായിടത്തും. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ അഖിലേന്ത്യാ തലത്തിൽ പോലും ഈ ഒരു ഇന്ത്യ മുന്നണിയുടെ ഒരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയും. നമ്മളിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഈ 232 സീറ്റോളം ഇപ്പം ഇന്ത്യ മുന്നണി സ്വന്തമാക്കി കഴിഞ്ഞിരിക്കുകയാണ്. 294 മാത്രമാണ് ഇവർക്കുള്ള NDAക്ക് ലഭിച്ചിരിക്കുന്ന ഇതെന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ ശക്തമായ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് ഇത്തവണ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അവിടെ ഇപ്പം നമ്മൾ നോക്കിയാൽ പിന്നെ അടുത്തത് ഇനി നേരെ നമ്മൾ വടകരയിലേക്ക് പോയി നോക്കാം. ഏറ്റവും ശക്തമായ ഒരു മത്സരം എല്ലാവരും നോക്കിയിരുന്നത് ശരിക്കും വടകരയിലെ മത്സരം എന്താണ്? അതായത് KPCCയുടെ പ്രഡിക്ഷൻസ് വരെ തെറ്റി. KPCC വെറും 80,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കും ഷാഫി പറമ്പിൽ ജയിക്കുക എന്ന് പറഞ്ഞു. തെറ്റിച്ചില്ലേ? കംപ്ലീറ്റ് കാര്യങ്ങൾ തെറ്റിച്ചില്ലേ? തെറ്റിച്ചത് മാത്രമല്ല, അവിടെ ഒന്ന് ആലോചിച്ച് നോക്കിയ അവിടെ ഷാഫി പറമ്പിൽ നേടിയിരിക്കുന്നത് 1,05,173 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അവിടെ നേടിയിരിക്കുന്നത്. അപ്പം KPCCയുടെ കണക്ക് കൂട്ടലിന് മേലെ ആയിരുന്നു ഷാഫി പറമ്പിൽ എന്ന് വേണം ചിന്തിക്കാൻ. വ്യക്തിപരമായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു നേതാവ്. അതിനകത്ത് പൊളിറ്റിക്കലായിട്ട് ഞാൻ ചിന്തിക്കുന്നേയില്ല. പക്ഷെ എനിക്ക് ഏറ്റവും വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടമുള്ള, അടുപ്പം തോന്നുന്ന ഒരു നേതാക്കളിൽ ഒരാളാണ് ഈ ഷാഫി പറമ്പിൽ എന്ന് പറഞ്ഞാൽ. നമ്മൾ ചിലപ്പോൾ ഈ വാർത്തകൾക്ക് വേണ്ടിയിട്ട് ചിലപ്പം അദ്ദേഹത്തെ പല രീതിയിലും കുറ്റപ്പറയുകയോ ഒക്കെ ചെയ്തിരുന്നാൽ പോലും നമുക്ക് എന്നെ സംബന്ധിച്ച് എനിക്കൊന്നും എല്ലാ ഒട്ടുമിക്ക മാധ്യമപ്രവർത്തകർക്കും ഒരു ഇഷ്ടം തോന്നുന്ന ഒരു ക്യാരക്ടർ കൂടിയാണ്. അപ്പോൾ അദ്ദേഹം ജയിച്ചു കഴിഞ്ഞ പാലക്കാട്ടുകാർ പറഞ്ഞിരുന്നു, മോനെ ജയിച്ചു വരൂ എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുമ്പോൾ തീർച്ചയായും അവിടുത്തെ UDF സ്ഥാനാർത്ഥിയെ അവിടുത്തെ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും, വിജയിപ്പിക്കും എന്ന് 100% ഉറപ്പിച്ചാണ് ഷാഫി പറമ്പിൽ പറയുന്നത്. എന്നോട് പാലക്കാട്ടുകാർ പറഞ്ഞത് പോയി ജയിച്ചു വരാനാണ് പറഞ്ഞതെന്നാണ് വളരെ വികാരനിർഭരമായി തന്നെ പറയുകയുണ്ടായി. പിന്നെ തന്നെയല്ല, ഇതിന് വേറൊരു എഫക്ട് കൂടി ഉണ്ടായി. അതായത് ടീച്ചറമ്മ എന്ന് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന ശൈല ടീച്ചറാണ് ടീച്ചറമ്മ എന്ന് പറയുന്നത്. പക്ഷെ അതല്ലായിരുന്നു ഷാഫി പറമ്പിലിന്റെ വന്ന ആദ്യത്തെ പ്രസംഗം. അത് കേൾക്കണം, ഭയങ്കര വികാരനിർഭരമായ ഒരു പ്രസംഗം. എനിക്ക് തോന്നുന്നില്ല ഞാൻ എൻ്റെ ലൈഫിൽ ഇതുപോലെ ഒരു പ്രസംഗം കേട്ടിട്ടുണ്ട് എന്ന്. അതായത് 51 വെട്ടുവെട്ടിയ TP ചന്ദ്രശേഖരനെ വീട്ടിൽ കൊണ്ട് കിടത്തുന്ന സമയത്ത് ഒരു അമ്മ കരഞ്ഞിരുന്നു. ഒരു ടീച്ചറമ്മയുടെ വിലാപം, രോദനമായിരുന്നു അത് എന്ന് പറയുന്നു. അതാണ് ശരിക്കും ടീച്ചറമ്മ എന്ന് പറയുന്നത്. അതായത് TPയുടെ അമ്മയുടെ കരച്ചിൽ, TP ചന്ദ്രശേഖരന്റെ അമ്മ കരയുന്നുണ്ടായിരുന്നു, അതൊരു ടീച്ചറായിരുന്നു അവര്. ആ കരച്ചിൽ അവരാണ് യഥാർത്ഥ ടീച്ചറമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഷാഫി പറമ്പിൽ നടത്തിയ വളരെ വികാരനിർഭരമായ ഒരു പ്രസംഗം വടകരയിലെത്തി ആദ്യ മണിക്കൂറുകളിൽ തന്നെ. അതൊരു പക്ഷേ അവിടുത്തെ ജനങ്ങളെ സ്വാധീനിച്ചു. വടകര TPയുടെ മണ്ണാണ്, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ഈ എന്തൊക്കെ പറഞ്ഞാലും വടകരയ്ക്ക് അങ്ങനെ ഒരു ആത്മബന്ധം TPയോട് ഉണ്ട്. ഇപ്പോഴും നമ്മൾ ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ TP ചന്ദ്രശേഖരൻ മരിച്ചിട്ടില്ല. നമ്മൾ സഹാക്കന്മാരും ഒക്കെ അല്ലെങ്കിൽ നേതാക്കന്മാരൊക്കെ മരിക്കുന്ന സമയത്ത് മുദ്രാവാക്യത്തിൽ നമ്മൾ ഉച്ചത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇല്ല മരിക്കുന്നില്ല, അല്ലെ ജീവിക്കുന്നു ഞങ്ങളിലൂടെ എന്ന്
എന്ന ആ ഒരു മുദ്രാവാക്യത്തെ അന്വർത്ഥമാക്കുന്ന ഒന്നാണ് ടി പി ചന്ദ്രശേഖരൻ. സത്യം എനിക്ക് ഇപ്പോഴും എപ്പോഴും തോന്നിയിട്ടുള്ള കാര്യമാണ് കെ കെ രമ അതിന് ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ്. അവർക്ക് അവരുടെ ഉള്ളിലൊരു ഫയറുണ്ട്. ആ ഫയർ അവര് കുട്ടിക്കാലം മുതൽ തന്നെ സ്നേഹിച്ചു വന്ന അല്ലെങ്കിൽ വിശ്വസിച്ചു വന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് കൊടുത്തൊരു ഫയറാണ്. അവരെ വെറുപ്പിച്ചു. ഇപ്പൊ കെ കെ രമ എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇപ്പൊ കേരളത്തിലെ ഏറ്റവും മികച്ച വനിതാ നേതാക്കളിൽ ഒരാൾ കെ കെ രമ തന്നെയാണ്. അവർ കടന്നുപോയിട്ടുള്ള സമരങ്ങള്, അവർ കടന്നുപോയിട്ടുള്ള സമരമുഖമായ ജീവിതങ്ങൾ, അത് കഴിഞ്ഞിട്ട് ഇപ്പൊ അവർ ജീവിക്കുന്നത്, അവരെ വിധവ എന്ന് വിളിച്ചിട്ട് പിന്നെ എം എം മണി പറയുകയുണ്ടായി. വിധവ തന്നെയാണ്, പക്ഷെ അവരെ പോലെ ത്യാഗം അനുഭവിച്ച ഒരു സ്ത്രീ എനിക്ക് തോന്നുന്നില്ല ഉണ്ടെന്ന്. സ്വന്തം ഭർത്താവിനെ ഇത്രയും വെട്ടുവെട്ടി കൊലപ്പെടുത്തി പാർട്ടിക്കാര് തന്നെ, പുള്ളി ജീവൻ കൊടുത്തും സ്നേഹിച്ച ഒരു പാർട്ടിയാണ്. അതിനെ പിന്നെ അവിടെ കൊണ്ട് ആ പാർട്ടിക്കാര് തന്നെ കൊലപ്പെടുത്തി കൊണ്ട് കിടത്തുന്ന സമയത്ത് ഒരു ഭാര്യയുടെ മനസ്സിലുണ്ടാകുന്ന ഫയർ ഉണ്ടല്ലോ, അത് ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു കെ കെ രമ ആയതുകൊണ്ട് മാത്രമാണ് അതിനെ അതിജീവിച്ച് ഇന്നും പൊതുധാരയിൽ ശക്തമായ വാക്കുകളോടെ, തീതെറിക്കുന്ന വാക്കുകളോട് കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണം അത് തന്നെയാണ്. അവർ നടന്നു വന്ന കനൽ വഴികൾ തന്നെയാണ്. അതൊക്കെ വടകരയുടെ തെരഞ്ഞെടുപ്പിനെ ബാധിച്ചു. അത് ശരിക്കും ഉണർത്തിവിടുന്ന ഒരു തരത്തിലുള്ള പ്രസംഗമായിരുന്നു ഷാഫി പറമ്പിൽ. എനിക്ക് തോന്നുന്നു ആ പ്രസംഗത്തോടു കൂടി തന്നെ ഷാഫി പറമ്പിൽ അവിടെ ജയിച്ചു. അത്ര മനോഹരമായ രീതിയിൽ എന്തൊക്കെ വിവാദങ്ങൾ അവിടെ ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടെങ്കിലും അതൊന്നും അവിടെ ഏശിയില്ല. എന്ത് പിന്നെ അതായത് കെ കെ ശൈലജയ്ക്കെതിരെ വീഡിയോകൾ പ്രചരിപ്പിച്ചു, മോർഫ് ചെയ്ത് ചിത്രങ്ങൾ പ്രചരിപ്പിച്ചു, വാട്സാപ്പ് ഗ്രൂപ്പുകൾ, ഇതൊക്കെ വന്നിട്ട് പൊതുധാരയിൽ മാധ്യമങ്ങളോട് വന്ന് പറയുകയും ജനങ്ങളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോഴും ഷാഫി പറമ്പിൽ അതൊന്നും ചെയ്യില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് സത്യത്തിൽ ഷാഫി പറമ്പിലിന് ഇത്രയും KPCCയുടെ അനുമാനങ്ങൾക്കും അപ്പുറം ജയിച്ചു കയറാൻ ഏകദേശം 1,00,000 വിജയിക്കുമെന്ന് പറഞ്ഞു. 80,000 വോട്ടിന്റെ ഭൂരിപക്ഷം എന്ന് പറഞ്ഞു. പക്ഷെ അതിനപ്പുറം നേടാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയൊരു കാര്യം. കാരണം ഒരു കൗണ്ടിങ് തുടങ്ങിയ ആ തുടക്ക സമയത്തൊക്കെ ശൈലജ ടീച്ചർക്ക് ഒരു വേൽക്കൈ ഇങ്ങനെ വന്നോണ്ടിരുന്നു. പിന്നെ പെട്ടെന്നാണ് അത് പൊതുവെ അങ്ങനെയാണ്. ഈ തപാൽ വോട്ടുകളൊക്കെ എണ്ണുന്ന സമയത്ത് പൊതുവിൽ LDF ഒരു മുന്നേറ്റം കാണിക്കുന്നുണ്ട്. അപ്പൊ അത് മിക്കവാറും എല്ലാ തെരഞ്ഞെടുപ്പുകളിലും അത് നമുക്ക് പ്രകടമാണ്. പിന്നീടാണ് യഥാർത്ഥ ചിത്രത്തിലേക്ക് വരിക. ഈ നമ്മുടെ മറ്റുള്ള ബാലറ്റ് EVM എണ്ണി തുടങ്ങുമ്പോഴാണ് ശരിക്കും നമുക്ക് കൃത്യമായിട്ട് അതിന്റെ ഒരു കണക്കിലേക്ക് എത്താൻ പറ്റുന്നത്. പക്ഷെ എന്ത് തന്നെ ആയിരുന്നാലും അവിടെ മികച്ച ഒരു ജയം തന്നെയാണ്. അവിടെ ഒരു എഫക്റ്റും വർക്ക് ചെയ്തില്ല. ഒരു എഫക്റ്റും അവിടെ ഇപ്പം പറയുന്ന ശൈലജ ടീച്ചർ ഭയങ്കര മികച്ച, നമുക്കറിയാം മികച്ച ഒരു മന്ത്രി തന്നെയായിരുന്നു ശൈലജ ടീച്ചർ എന്നുള്ള കാര്യം നമുക്ക് നിസ്തർക്കം നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഷാഫിയുടെ അത്രയും എത്തിയില്ല. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നില്ല മുരളീധരൻ അവിടെ മത്സരിച്ചെങ്കിൽ ഒരിക്കൽ പോലും ഇങ്ങനെ ഈ ഒരു സീറ്റ് UDFന് ചിന്തിക്കാനേ കഴിയില്ല. മുരളീധരൻ അവിടെ പരാജയപ്പെട്ടനെ, അമ്പേ പരാജയപ്പെട്ടനെ, അല്ലാതെ നിസാരപ്പെട്ട ഒരു പരാജയമൊന്നും ആയിരിക്കില്ലായിരുന്നു അവിടെ. അതെ, ശൈലജ ടീച്ചർ ഷാഫി പറമ്പിലാണ് അവിടെ മത്സരിക്കുന്നതെന്ന് അറിഞ്ഞപ്പോ മുതല് ശരിക്കും പറഞ്ഞാൽ എല്ലാരും ഞെട്ടിയ ഒരു അവസ്ഥ. ശൈലജ ടീച്ചർ ഓപ്പോസിറ്റ് മത്സരിക്കാൻ വരുന്നത് ഷാഫി. ഓക്കെ, അവിടുത്തെ എലക്ഷൻ അതാണ് പറഞ്ഞത്, ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, അതാണ് അവിടുത്തെ ഒരു എലക്ഷനെ എല്ലാവരും ഇങ്ങനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നത്. അവിടുത്തെ ഒരു വിജയം എന്തായിരിക്കും എല്ലാവരും ഉറ്റുനോക്കിയിരുന്ന ഒരു, കാരണം പേഴ്സണലി എല്ലാ മനുഷ്യർക്കും രണ്ടുപേരെ ഇഷ്ടമാണെന്നുള്ള ഒരു തട്ട് കൂടുതൽ ഷാഫിക്ക്. പക്ഷെ എനിക്ക് ഭയങ്കര സംശയമായിരുന്നു തുടക്കത്തിൽ. ഷാഫി പറമ്പിലിനെ അവിടെ നിയമിച്ചു. ഇപ്പൊ ഞാൻ ആലോചിച്ചു, ദൈവമേ ഷാഫി ബലി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുമല്ലോ UDF അവിടെ കൊണ്ട് സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയെന്ന്. പക്ഷെ സ്ഥാനാർത്ഥികളുടെ എല്ലാം കഴിഞ്ഞു. ആദ്യത്തെ ക്യാമ്പയിനിങ്ങിന്റെ തുടക്കത്തിൽ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായി ഷാഫി കയറും. 100% ഷുവറാണ് ഷാഫി കയറിയിരിക്കും. ആ പ്രസംഗത്തിലെല്ലാം ഉണ്ട്. ആ ഷാഫിയുടെ ആ ഒരു പ്രസംഗം കേൾക്കണം, നല്ല ഭയങ്കര രസകരമായി വികാരനിർഭരമായി പറയുമ്പോൾ ഏതൊരു മനുഷ്യനും എത്ര കമ്മ്യൂണിസ്റ്റ് ആണെങ്കിൽ പോലും ആ വാക്കുകൾ നമ്മളൊന്ന് കേട്ടിരുന്നു പോകും. ഷാഫിയുടെ ആ വാക്കുകൾ അത് തന്നെയാണ് ഷാഫിക്ക് ഇത്രയും മികച്ച ഒരു വിജയം വടകരയിൽ നേടാൻ കഴിഞ്ഞത് എന്ന് നിസ്സംശയം പറയാൻ പറ്റും. പിന്നെ അടുത്ത മണ്ഡലം കണ്ണൂരാണ്. അവിടെ ഇത്തവണയും അതായത് മട്ടന്നൂരും ധർമ്മടവും എല്ലാം അടങ്ങുന്ന മണ്ഡലമാണല്ലോ കണ്ണൂർ. ആ കണ്ണൂരിൽ ഇത്തവണ കെ സുധാകരൻ തന്നെ ജയിച്ചു. കഴിഞ്ഞ തവണ ശ്രീമതി ടീച്ചറിനെ പരാജയപ്പെടുത്തിയെങ്കിൽ ഇത്തവണ MV ജയരാജനെ തന്നെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് അവിടെ കണ്ണൂരിൽ കയറിയത്. കണ്ണൂരിൽ പക്ഷേ എനിക്ക് തോന്നുന്നില്ല KPCCക്ക് പോലും അദ്ദേഹത്തിൽ വിശ്വാസം ഇല്ലായിരുന്നു പരാജയപ്പെടുമെന്നുള്ള ഒരു കാര്യത്തിന്. പക്ഷെ 1,12,000 വോട്ടുകൾക്കാണ് അവിടെ വിജയിച്ചത്. അത് ഭയങ്കര ശക്തമായ ഒരു മുന്നേറ്റം തന്നെയാണ്. എനിക്കും കെ സുധാകരന്റെ കാര്യത്തിൽ വലിയ പ്രതീക്ഷയൊന്നും
അവിടെ കണ്ണൂരിൽ ജയിക്കുമെന്നുള്ള കാര്യം. വളരെ മോശപ്പെട്ട, ഏറ്റവും കുറച്ച് അറ്റൻഡൻസ് ഉള്ള ഒരു പാർലമെന്റേറിയനായിരുന്നു. പക്ഷെ അവിടെ ജയിച്ചു. ഇനിയും ഈ ജയത്തിന്റെ പിന്നിൽ നമ്മൾ ചിന്തിക്കുന്ന പോലെ അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് പാടെ ഒഴിവാക്കി നിർത്താനായിട്ടാണോ എന്നും അറിയത്തില്ല. കാര്യം നമുക്ക് KPCC-യിൽ നടന്ന വിവാദങ്ങളൊക്കെ നമുക്കറിയാമല്ലോ. KPCC-യിൽ അദ്ദേഹത്തെ അധ്യക്ഷൻ പദവി തൽക്കാലത്തേക്ക് ഒഴിഞ്ഞു പോയെങ്കിലും പിന്നെ തിരിച്ചു വന്നു. അവസാനം കരഞ്ഞ് കാല് പിടിച്ചൊക്കെ തിരിച്ച് KPCC-യിലേക്ക് വരേണ്ട ഒരു അവസ്ഥയൊക്കെ ഉണ്ടായി. ഒരു പക്ഷേ ഇനിയും അദ്ദേഹത്തെ കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ഒഴിവാക്കി നിർത്താൻ വേണ്ടിയിട്ട് നടത്തുന്ന ശ്രമങ്ങളാണോ അറിഞ്ഞുകൂടായെങ്കിലും പക്ഷേ നല്ല വോട്ടുണ്ടല്ലോ, നല്ല ഭൂരിപക്ഷത്തിൽ, നല്ല 1,00,000 ചില്ലാനം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ ജയിക്കുക എന്ന് പറഞ്ഞ കൊച്ചു കാര്യമൊന്നുമില്ല. ഷാഫി പറമ്പിലിനെക്കാട്ടി ഭൂരിപക്ഷം 1,12,000 വോട്ടിന്റെ ഭൂരിപക്ഷമാണ് അദ്ദേഹത്തിനുള്ളത്. പിന്നെ രാജ്മോഹൻ ഉണ്ണിത്താൻ, അവിടെ പ്രത്യേകിച്ച് MP ബാലകൃഷ്ണൻ മാസ്റ്റർ ആയിരുന്നു അവിടെ UDF-ന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചത്. അതുകൊണ്ട് തന്നെ വലിയ നേട്ടം LDF-നും ആ കാസർഗോഡ് മണ്ഡലത്തിലില്ലായിരുന്നു. അദ്ദേഹം കഴിഞ്ഞ തവണ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു 45,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരുന്നു കഴിഞ്ഞ തവണ ജയിച്ചത്. 45,300 സംതിങ് അങ്ങനെ എന്തോ ഒരു കണക്ക് രാജ്മോഹൻ ഉണ്ണിത്താൻ തന്നെ പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞു അതിലും നിൽക്കില്ല എന്ന് പറഞ്ഞിരുന്നു. അതിലും എത്രയോ ഭൂരിപക്ഷം പിന്നെ വോട്ടുകളായിരിക്കും എനിക്ക് ഭൂരിപക്ഷം കിട്ടുക, ആ ജനങ്ങൾ എന്നെ കൈവെടിയില്ല. അപ്പം ജനങ്ങൾ വീണ്ടും അദ്ദേഹത്തിന് ആ രീതിയിൽ വോട്ട് ചെയ്തെങ്കിൽ 45,000-ൽ നിന്ന് 74,000-ലേക്ക് അദ്ദേഹത്തിന്റെ ഭൂരിപക്ഷം ഉയർന്നിട്ടുണ്ടെങ്കിൽ രാജ്മോഹൻ ഉണ്ണിത്താൻ തീർച്ചയായും ഒരു കൈയടി ഇറങ്ങിക്കുന്ന ഒരു പൊളിറ്റീഷ്യൻ തന്നെയാണ്. അദ്ദേഹം പലപ്പോഴും പറയാറുണ്ട്, ഞാൻ പറയുന്ന കാര്യങ്ങളെ പറ്റുന്ന കാര്യങ്ങളെ പറയും, പക്ഷെ പറയുന്ന കാര്യം ചെയ്തിരിക്കും. ഇത് അദ്ദേഹത്തിന്റെ ഒരു മുഖമുദ്രയാണ്. ആരുടെ മുഖത്ത് നോക്കിയും എന്തും തുറന്നു പറയാനുള്ള ചങ്കൂറ്റം ശരിക്കും പറഞ്ഞ രാജ്മോഹൻ ഉണ്ണിത്താന് കൈമുതലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ രാജ്മോഹൻ ഉണ്ണിത്താൻ ജയിച്ചതിനകത്ത് അത്ഭുതം ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെയാണ് ഏകദേശം ഒരു മണ്ഡലത്തിന്റെ ഒരു ഈ പറയുന്ന 20 മണ്ഡലങ്ങളുടെ ഏറെക്കുറെ നമ്മൾ കവർ ചെയ്ത ഒരവസ്ഥ. പക്ഷേ ഇതിനകത്ത് ഞാൻ ചിന്തിക്കുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ നമ്മുടെ മുന്നിലൂടെ കടന്നുപോയി. ഈ 2 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കടന്നു പോകുമ്പോഴും LDF-നാണ് ഏറ്റവും കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളത്. അതായത് പാർട്ടി ചിഹ്നം നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് LDF പേടിയാണ് ജനങ്ങൾക്ക്, പേടിയാണ് സാധാരണക്കാർക്ക് പേടിയായി തുടങ്ങി. കാരണം ഈ ഒരു അവസാന സമയത്ത് പോലും എന്തൊക്കെ, കാരണം ഇപ്പൊ പറയുന്നത് സോഷ്യൽ മീഡിയ അതിൽ വലിയൊരു സോഷ്യൽ മീഡിയ വലിയ സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ കാര്യത്തിൽ. കാരണം ഈ മറ്റേ യാത്ര, നവകേരള ബസ് യാത്ര, അതിനിടയിലുണ്ടായ അടി, ബഹളം, വഴക്ക് കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയ വഴി ഒരുപാട് സ്പ്രെഡ് ചെയ്തു. അത് അവരുടെ പരാജയത്തിൽ ബാധിച്ചിട്ടുണ്ടെന്ന് ഒരു പരിധി വരെ ബാധിച്ചിട്ടുണ്ടെന്ന് പറയാൻ പറ്റും. കാരണം പിന്നെ അത് മാത്രമല്ല, സാധാരണക്കാരാണ്, കേരളത്തിലുള്ളവർ സാധാരണക്കാരാണ്. അപ്പൊ അവർക്ക് ഭയമായി തുടങ്ങി ഇല്ലേ? ശരിയാണ്. അതായത് ഈ ശരിക്കും എനിക്ക് തോന്നുന്നു ഈ പറയുന്ന 19-ൽ ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു. 19-ൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്തും അന്നും LDF തന്നെയാണ് ഭരിക്കുന്നത് 19-ൽ. തുടർന്ന് വീണ്ടും പക്ഷേ ആ തെരഞ്ഞെടുപ്പിൽ LDF ദയനീയമായി പരാജയപ്പെട്ടു. 1 സീറ്റ് മാത്രം നേടിക്കൊണ്ട് LDF നിന്നു. പക്ഷെ തൊട്ടടുത്ത് വീണ്ടും നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ വീണ്ടും 2 വർഷം കഴിഞ്ഞിട്ട് ഏകദേശം 21 ആയി കഴിഞ്ഞപ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ആ തെരഞ്ഞെടുപ്പിൽ പക്ഷെ LDF തിരിച്ചു വന്നു. LDF 99 പിന്നെ ഇതുമായിട്ട് സീറ്റ് കക്ഷി നിലയായിട്ട് നിയമസഭയിലെത്തി അവിടെ മന്ത്രിസഭ രൂപീകരിച്ചു. 99 ആലോചിച്ച് നോക്കിക്കോളാം. പക്ഷെ തുടർന്ന് വന്ന 2 ഉപതെരഞ്ഞെടുപ്പുകളിൽ LDF പരാജയപ്പെട്ടു. അത് നമുക്കറിയാവുന്ന പുതുപ്പള്ളിയിൽ നടന്നു, ഇവിടെ തൃക്കാക്കരയിൽ നടന്നു. ഇങ്ങനെ 2ഇടത്തും പരാജയപ്പെട്ടു. വീണ്ടും ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും LDF 1 സീറ്റിൽ മാത്രം ഒതുങ്ങി. ഇതിനകത്ത് നമ്മൾ ഭരണവിരുദ്ധ വികാരം എന്നുള്ള ഒരു അടിച്ചേൽപ്പിക്കലുകൾ എത്രത്തോളം വിജയിക്കും, അല്ലെങ്കിൽ അങ്ങനെ ഒരു വീക്ഷണം എത്രത്തോളം ശരിയാകും എന്നെനിക്ക് അത്ര പിടിയില്ല. കാര്യം അങ്ങനെയാണ് അന്നും പറഞ്ഞ എന്താ, അന്നും ഈ പറയുന്ന 2019-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ അന്നും പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം എന്ന് തന്നെയായിരുന്നു. പക്ഷേ അടുത്ത് കടന്ന് 21-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വീണ്ടും അധികാരത്തിൽ വന്നത് LDF സർക്കാർ. അതും ഭൂരിപക്ഷം ഉയർത്തിക്കൊണ്ട് 99-ൽ എത്തിച്ചുകൊണ്ട് ഇവിടെ അധികാരത്തിലേറുന്നു. പിന്നെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നമുക്ക് ഭരണവിരുദ്ധ വികാരം എന്ന് പറയാൻ പറ്റുക? അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാവും. അത് എനിക്ക് മനസ്സിലായി. ഒരു പക്ഷേ ഇപ്പം ക്ഷേമ പെൻഷനുകൾ മുടങ്ങി, അതോടൊപ്പം തന്നെ പെൻഷൻ സർവീസ് പെൻഷനുകൾ മുടങ്ങി, സപ്ലൈകോയിൽ സാധനങ്ങളില്ല, പെട്രോളിന് സെസ് ഏർപ്പെടുത്തി. ഇത്തവണത്തെ ബഡ്ജറ്റ് നമ്മൾ പരിശോധിച്ചാൽ ഒട്ടുമിക്ക സാധനങ്ങൾക്കും ഇരട്ടിയിലധികം വില കൊടുക്കേണ്ടി വരുന്നു. ഇലക്ട്രിസിറ്റിക്ക് വില കൊടുക്കേണ്ടി വരുന്നു, വാട്ടറിന് കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്നു. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ ശരിക്കും സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യപ്പെടാതെ അവര്
അവരുടേതായ തീരുമാനങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന സമീപനത്തിലേക്ക് പോയി. അതെ 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 അല്ലെ, ഒന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമുള്ളൂ. എല്ലാവരും ഈ പറയുന്ന ഒരു ഏകാധിപത്യത്തിന്റെ ഒരു ലൈനിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മാധ്യമങ്ങളോട് ഞാൻ പറയും, ഞാൻ ആജ്ഞാപിക്കും, നിങ്ങൾ അനുസരിച്ചോ എന്നുള്ള ഒരു നയത്തിലോട്ട് എത്തി അതിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും രണ്ടാം വട്ടം നമുക്കറിയാം, ഒരു തുടർഭരണം കിട്ടുന്ന ഏതൊരു നാടിന്റെയും അവസ്ഥ അല്ലെങ്കിൽ ഏതൊരു പാർട്ടിയുടെയും അവസ്ഥ വളരെ ദയനീയമായിരിക്കും. നമുക്ക് ബംഗാളിൽ നമ്മൾ കണ്ടതാണ്. എത്രയോ കൊല്ലക്കാലം ഭരിച്ചു, പിന്നെ ഏകദേശം ഒരു അരനൂറ്റാണ്ടോളം ഭരിച്ചിട്ട് എന്തുണ്ടായി ഇവിടെ? ബംഗാളിന്റെ അവസ്ഥ എന്താ? ബംഗാളിൽ ഇപ്പൊ തൊടാൻ പോലും കിട്ടാത്തൊരവസ്ഥയിലേക്ക് പിന്നെ LDF മാറിയില്ലേ? അപ്പം അല്ലെങ്കിൽ CPM കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറിയില്ലേ? പക്ഷെ ഇവിടെ ഇത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ ഒരു തരത്തിലുള്ള ഒരു അധപ്പതനത്തിലേക്ക് പാർട്ടി പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഞാൻ പലപ്പോഴും തമാശ രൂപേണയെങ്കിലും ഞാൻ പറയാറുള്ള കാര്യമാണ്, ഒരു ബലിയാടാണ് ശരിക്കും MP ഗോവിന്ദൻ മാഷ്. MP ഗോവിന്ദൻ മാഷിനെ എനിക്ക് വ്യക്തിപരമായി എനിക്ക് താല്പര്യമുള്ള ഒരാളാണ്. കാര്യം അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ കേൾക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും താത്വികമായി അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും നമുക്ക് പ്രയോജനം ചെയ്യുന്നതാണ്. പക്ഷേ MP ഗോവിന്ദൻ മാഷിന്റെ പല പത്രപ്രസ്താവനകളും അല്ലെങ്കിൽ ഒരു പ്രസ് മീറ്റ് വിളിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രസ് മീറ്റിലിരുന്ന് അദ്ദേഹം പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ വെറും ഒരു ന്യായീകരണം എന്നതിനപ്പുറത്തേക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾക്കൊരു പ്രസക്തിയില്ല. അത് നമ്മൾ ഒരു എന്ത് വിഡിത്തം അല്ലെങ്കിൽ എന്ത് തെറ്റ് പാർട്ടി കാണിച്ചിരുന്നാലും അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബലിമൃഗം മാത്രമായി MP ഗോവിന്ദൻ മാഷ് മാറുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. EP ജയരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് വലിയ ഇതൊന്നുമില്ല. അതിൻ്റെ ഇടയ്ക്ക് ഈ വിവാദം ഉണ്ടാക്കി വെക്കുന്നു, പ്രകാശ് ജാവദേക്കറുമായി ഒരു സന്ധി സംഭാഷണം നടത്തിയെന്ന് പറയുന്നു. അങ്ങനെ തുടങ്ങിയ വിവാദങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ഈ നവകേരള ബസിന്റെ യാത്ര കൊണ്ട് സാധാരണക്കാർക്ക് എന്ത് പ്രയോജനം കിട്ടിയെന്ന് ചോദിച്ചാൽ ആർക്കും ഒരു പ്രയോജനം കിട്ടിയിട്ടില്ല. ഇവിടെ കൊടുക്കുന്ന അതായത് ഒരു യൂഷ്വൽ പ്രൊസീജിയർ ചിലപ്പം അടി കിട്ടിയെന്നുള്ളതല്ല, വേറെ പ്രയോജനമൊന്നുമില്ല. കാര്യം ഈ പറയുന്ന നവകേരള സദസ്സിൽ പരാതി കൊടുക്കാം. ഈ പരാതി കൊടുത്തു കഴിഞ്ഞാലും അതിന്റെ യൂഷ്വൽ പ്രോസസ് എങ്ങനെയാന്ന് വെച്ചാൽ ആ ഫോർമാലിറ്റീസ് മാത്രമേ കീപ്പ് ചെയ്തേ നടക്കുള്ളൂ. അല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ തലത്തിലേക്ക് അത് എത്തിപ്പെടില്ല. അത് 100% ഷുവറാണ്. അപ്പം ഇതൊക്കെ ജനവികാരത്തെ ഒരു തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള അല്ലെങ്കിൽ പ്രതികൂലമാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ള കുറെ പരിപാടികൾ മാത്രമാണ് LDF കാഴ്ചവെച്ചിട്ടുള്ളത്. പിന്നെ കഴിഞ്ഞു പോയ 3 വർഷം, ഇപ്പൊ 4ാം വർഷത്തിലേക്ക് കടന്നിരിക്കും. ഈ കഴിഞ്ഞു പോയ 3 വർഷം നമ്മുടെ അടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ്. പലരും നമ്മുടെ അടുത്ത് വന്നിട്ട് പരാതി പറയാറുണ്ട്, അത് എനിക്ക് കിട്ടിയില്ല, എനിക്ക് പെൻഷൻ കിട്ടിയിട്ട് മുടങ്ങിയിട്ട് കാലം കുറയായി, അത് കിട്ടുന്നില്ല, ഇത് കിട്ടുന്നില്ല. അതിനിടയ്ക്ക് അന്നമ്മ ചേട്ടത്തിയെ പോലുള്ള ആൾക്കാര് അവര് പിന്നെ കറുത്ത തുണി കാണിച്ചെന്നോ അല്ലെങ്കിൽ അവര് പരസ്യം പിച്ചച്ചട്ടി എടുത്തുകൊണ്ട് വന്നെന്നോ അവരുടെ കറുത്ത അടിവസ്ത്രം ഊരി കാണിച്ചെന്നോ എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അവർക്ക് പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്. അവർക്ക് അങ്ങനെങ്കിലും അവർക്ക് പ്രതിഷേധിക്കണ്ടേ? കാരണം ഇപ്പം മറ്റുള്ള ഒന്നിനും മീഡിയക്ക് പോലും ഉത്തരം തരുന്നില്ല, ഒന്നും ചോദിക്കാൻ പറ്റില്ല. എന്തിന് മൈക്കിനോട് പോലും ദേഷ്യമാണ്. അപ്പം അങ്ങനെയുള്ള അവസ്ഥയില് ജനങ്ങൾക്ക് അങ്ങനെങ്കിലും പ്രതികരിക്കണ്ടേ? ഒരാളെങ്കിലും പ്രതികരിച്ചല്ലോ എന്നുള്ളതാണ്. അതെ, പൊതുജനം കരുതുന്നത് അങ്ങനെയാണ്. സോഷ്യൽ മീഡിയക്ക് വളരെയധികം പങ്കുണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. സോഷ്യൽ മീഡിയക്ക് ഉണ്ട്, മീഡിയക്കും പങ്കുണ്ട്. കാര്യം എന്തുകൊണ്ടാണ്? ഒരു തെറ്റ് ഒരു പക്ഷെ കോൺഗ്രസ്സുകാരൻ തെറ്റ് കാണിച്ചാൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം പറയാം, ഒരു കോൺഗ്രസ്സുകാരൻ ഒരു തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങൾ മൗനമായിരിക്കും. കോൺഗ്രസ്സുകാരല്ലേ അത് കാണിക്കും എന്ന് പറയും. പക്ഷെ എന്നും വിമർശനത്തിന് അടിമപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കമ്മ്യൂണിസ്റ്റുകാർ. അത് എവിടെയും, അത് പ്രാദേശിക ഘടകത്തിലാണെങ്കിലും മേൽഘടകത്തിൽ എവിടെയും ഏറ്റവും കൂടുതൽ വിമർശനം നേരിടുന്നത് കമ്മ്യൂണിസ്റ്റുകാരാണ്. കാര്യം എന്താ? ഒരാളും കമ്മ്യൂണിസ്റ്റിൽ നിന്ന് അത് പ്രതീക്ഷിക്കുന്നില്ല. ഏതൊരു സിനിമയിൽ പറയുന്ന പോലെ അതാവണം കമ്മ്യൂണിസ്റ്റ് എന്ന് പറയുന്ന രീതി ജനങ്ങൾ ഇനി മുതൽ കമ്മ്യൂണിസ്റ്റുകാരെ പഠിപ്പിക്കും. അതിനൊരു ഉത്തമ ഉദാഹരണം ജനങ്ങളാണ്. പവർ നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ്. ശരിക്കും നമ്മുടെ കയ്യിലാണ് പവർ ഉള്ളത്. ആര് ഭരിക്കണം, ആരെ നമ്മൾ മുന്നോട്ട് നയിക്കണം, അല്ലെ ആര് നമ്മുടെ മുന്നിൽ നിൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള കപ്പാസിറ്റി നമുക്കുണ്ട്, ജനങ്ങൾക്കുണ്ട്. തെളിവാണ് ഇപ്പൊ സംഭവിച്ചിരിക്കുന്നത്. സുരേഷ് ഗോപി ഒരിക്കലും ജയിക്കില്ല എന്ന് പറഞ്ഞു നടന്ന ജനങ്ങൾക്ക് മുമ്പിൽ സുരേഷ് ഗോപി നെഞ്ചു വിരിച്ച് ശക്തന്റെ മണ്ണിലൂടെ നടന്നു പോകുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാര് ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. അദ്ദേഹം ഒരുപക്ഷെ പ്രജാദൈവങ്ങൾ എന്നൊക്കെ വിളിക്കും. അദ്ദേഹം പ്രജകളെന്നാണല്ലോ അദ്ദേഹത്തിന്റെ വോട്ടർമാരെ വിളിക്കുന്നത്. അതൊക്കെ പുള്ളിയുടെ ഒരു എന്താ പറയുക, ഒരു ഫ്യൂഡലിസ്റ്റിക് മൈൻഡ് എന്ന് നമുക്ക് പറയേണ്ടി വരും. അപ്പൊ എന്നിരുന്നാൽ പോലും ആ പവർഫുൾ ആയിട്ടുള്ള ജനങ്ങളെ മനസ്സിലാക്കാൻ എന്ന് പാർട്ടിക്ക് കഴിവുണ്ടോ അല്ലെ എന്ന് പാർട്ടി തയ്യാറാകുന്നോ അന്നേ ഇനി ഈ പാർട്ടിക്ക് ഒരു മേൽഗതി ഉണ്ടാവും. അതിനിപ്പോ കുറെ കിറ്റ് കൊടുത്ത് ജനങ്ങളെ സന്തോഷിപ്പിച്ചിട്ട് കാര്യമില്ല. അതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. കിറ്റ് തീർന്നു. കിറ്റ് എഫക്ട് എന്ന് പറയുന്ന ഒരു സാധനം ഇനി കേരളത്തിൽ വർക്കൗട്ട് ആവില്ല.
പിന്നെ അന്ന് ആ പ്രളയത്തിന്റെ കാലത്തൊക്കെ നടത്തിയ സേവനങ്ങളും കോവിഡ് സമയത്ത് ഏറെ സപ്പോർട്ട് ചെയ്ത്, ഒരുപക്ഷെ 19 തെരഞ്ഞെടുപ്പിന് ശേഷമാണ് കോവിഡ് വന്നത്. നമ്മളത് മനസ്സിലാക്കണം. 19 തെരഞ്ഞെടുപ്പിന് ശേഷം കോവിഡ്, 20 കോവിഡ് വരുന്നു. ആ കോവിഡ് സമയത്ത് ഈ സർക്കാർ വളരെ ശക്തമായ ഇടപെടൽ നടത്തി. അതാരും നമ്മൾ വിസ്മരിക്കുന്നില്ല, ഒരു ജനവും വിസ്മരിക്കുന്നില്ല. അത് വിസ്മരിക്കാത്തത് കൊണ്ടാണ് അടുത്ത തവണ 99 സീറ്റ് തന്നിട്ട് അങ്ങോട്ട് കയറ്റിവിട്ടത് അല്ലേ? എന്നിട്ട് കയറ്റി വിട്ട് കഴിഞ്ഞിട്ടോ എല്ലാരും വളരെ പ്രതീക്ഷ വിട്ടുന്നതാണ് ശൈല ടീച്ചർ തന്നെ ആരോഗ്യവകുപ്പ് മന്ത്രിയാവുന്നത്. എന്നിട്ട് ആരായി? വീണ ജോർജ് ആയി. അപ്പൊ അങ്ങനെ പലരെയും കയറ്റിവിടുന്ന പലരെയും അവരുദ്ദേശിക്കുന്ന പൊസിഷനിലേക്ക് ജനങ്ങൾക്കിടയിൽ കാണാൻ പറ്റുന്നില്ല. ആരോഗ്യ മേഖലയിൽ തന്നെ വലിയ മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു, കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ ഒരു ചെറുപ്പക്കാരൻ അതിന്റെ മുന്നിൽ പോന്ന് കുളിക്കുന്നു. അങ്ങനെ വേറിട്ട പ്രതിഷേധങ്ങൾ വരെ നടത്തുന്ന ഒരു അവസ്ഥയായി നമ്മുടെ കേരളത്തിലേത്. മരുന്നില്ല നമ്മള് വിചാരിക്കും നിസ്സാരമാണ്, ഇത് നിസ്സാരമായിട്ട് വിടാൻ പറ്റുന്ന ഒരു നമുക്ക് പിന്നെ വിധിക്കറിയാവുന്നല്ലേ. കൊല്ലത്ത് പിന്നെ ചിന്താ ജെറോം പങ്കെടുത്ത ഒരു പരിപാടി അന്ന് പറഞ്ഞു അവിടെ മരുന്നില്ല, ജില്ലാ ആശുപത്രിയിൽ മരുന്നില്ല, അവിടെ പിന്നെ കാർഡിയോളജി വിഭാഗം പ്രവർത്തിക്കുന്നില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉടനെ അവിടെ നിന്ന് ചിന്താ ജെറോമിന്റെ മറുപടി എന്തായിരുന്നു? ഞങ്ങൾ ഹൃദയപൂർവ്വം പദ്ധതിയിൽ അവിടെ ഇന്ന് ഉച്ചഭക്ഷണം കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമാണ് ചിന്താ ജെറോമിന് പറയാൻ കഴിയുന്നത്. ഇല്ല. അപ്പം അടിസ്ഥാനപരമായി ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് മനസ്സിലാക്കുകയും അതിന് പരിഹാരം കാണുകയും ചെയ്യുന്ന സർക്കാരുകൾക്കായിരിക്കും എന്ന് നിലനിൽപ്പുണ്ടാകുന്നത്. അത് ഏത് രാഷ്ട്രീയ കക്ഷിയാണെങ്കിലും. അപ്പൊ ആ രീതിയിൽ ഇനി ഒരു പുനർവിചിന്തനത്തിന്, ഒരു പക്ഷേ ഒരു ശരിയായ ഒരു ചിന്ത കണ്ടെത്താൻ, ശരിയായ രീതിയിൽ ചിന്തിക്കാൻ ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പിന്റെ ഫലം ഒരുപക്ഷെ LDF പ്രേരിപ്പിക്കട്ടെ എന്ന് മാത്രമേ നമുക്ക് ഈ അവസരത്തിൽ പറയാനുള്ളൂ. അപ്പോൾ മറ്റൊരു വിഷയവുമായി ഇനി അടുത്ത ദിവസം കാണാം. നമസ്കാരം.